ഇന്ത്യൻ ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ അന്തസത്തയെ തിരിച്ചു പിടിച്ചു എന്ന് പറയാവുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത്. മോദി എന്ന ഫാക്ടർ അസ്തമിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 10 വർഷവും BJP ആണ് ഇന്ത്യ, മോദിയാണ് ഇന്ത്യ എന്ന തരത്തിൽ നടന്ന എല്ലാത്തരം വ്യാഖ്യാനങ്ങളെയും ഭരണത്തെയുമെല്ലാം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയായ ഫെഡറലിസം, പ്രാദേശിക പാർട്ടികളുടെ വോയിസ് തിരിച്ചു പിടിച്ചു എന്നാണ് റിസൾട്ട് കാണിക്കുന്നത്. ഇനിയുണ്ടാകാൻ പോകുന്ന ഒരു ഭരണത്തിൽ NDA അലയൻസ്, അതായത് ഒരു മുന്നണി രാഷ്ട്രീയമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ അർത്ഥത്തെയും അതിൻ്റെ ചരിത്രത്തെ എല്ലാ കാലത്തും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ രീതിയിലേക്ക് ഒരു 10 വർഷത്തിന് ശേഷം മുന്നണി രാഷ്ട്രീയം തിരിച്ചു വന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബഹുസ്വരത തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തവണ ട്രൂ കോപ്പി ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതും ഒരു ഗംഭീര പ്രതിപക്ഷം ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം ഉണ്ടാവും എന്നായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന റിസൾട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു റിസൾട്ട് സാധ്യമാക്കിയ കാരണങ്ങളിലേക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഭരണം എങ്ങനെയായിരിക്കും, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും, അതിൻ്റെ സംഘർഷങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒപ്പം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ടിൻ്റെയും ആഴത്തിലുള്ളൊരു വിശകലനം നടത്തുന്നുണ്ട്. MP പ്രശാന്ത്, നമ്മൾ ഒരുപക്ഷെ അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു റിസൾട്ട് പ്രതീക്ഷിച്ചത്. അതുവരെ മോദിയും BJPയും ഒക്കെ അവകാശപ്പെട്ടിരുന്ന പോലെ 400-ലേറെ സീറ്റുകൾ എന്നുള്ള അവകാശവാദം, അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മാധ്യമങ്ങളുടെ നിലപാടുകൾ, എക്സിറ്റ് പോളുകൾ, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് പക്ഷേ തിരിച്ച് സംഭവിക്കാനുള്ള സാധ്യതകൾ പലയിടത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്ന സമയത്ത് ജനാധിപത്യ വിശ്വാസികളെല്ലാം യഥാർത്ഥത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ജയിച്ചത് മോഡിയാണെന്നുണ്ടെങ്കിലും പ്രതിപക്ഷം ആഘോഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു. ഈ റിസൾട്ടിനെ അതിലേക്ക് വന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഫെഡറലിസം അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഘടകം, അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും നിന്നും ജയിച്ചു വന്ന പ്രാദേശിക പാർട്ടികളുടെ പ്രാതിനിധ്യം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു അർത്ഥത്തിൽ എങ്ങനെയാണ് ഈ റിസൾട്ട് ഇങ്ങനെയായി മാറിയത്? അല്ല, ഈ രണ്ട് കാര്യം, ഒന്ന് ഈ കോalition പൊളിറ്റിക്സ് എന്നുള്ളതും ഈ ഫെഡറലിസം എന്നുള്ളതും, ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം BJP ഒരിക്കലും ഫെഡറലിസത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഒരു കോalition പൊളിറ്റിക്സിനെയും അവർക്ക് അത്ര കണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഏകം എന്നുള്ള വാക്കാണ് ഒരു ഭാഷ, ഒരു കൾച്ചർ, അങ്ങനെ ഒരു ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവരുടെ സങ്കല്പത്തിൽ ഈ റീജിയണൽ പ്ലേയേഴ്സ് ശക്തമാകുന്നതിനെ BJP ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് പുതിയ ആളുകൾ വരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വളരെ ശക്തമായിട്ട് DMK ഉണ്ടാവുന്നു, ചന്ദ്രബാബു നായിഡു ഉണ്ടാവുന്നു, നിതീഷ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടായത് ഒരു BJP ഒരിക്കലും പ്രതീക്ഷിക്കുക മാത്രമല്ല ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും ഇനി വരാം. അതൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ ഫെഡറലിസം എന്നുള്ള കോൺസെപ്റ്റിനെ, ഫെഡറലിസം എന്ന ആശയത്തെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ശക്തിപ്പെടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫെഡറലിസം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലനിൽപ്പ് എന്നുള്ളത് തന്നെ ഈ റീജിയണൽ ആസ്പിറേഷൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൂടി ഉൾക്കൊള്ളുമ്പോഴാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ ഈ ബഹുസ്വരത പൂർണ്ണമാകുന്നത്. അപ്പോൾ ഇതിനെ BJP എല്ലാ കാലത്തും പറഞ്ഞിരുന്നത് ഇത്തരം ആളുകൾ, ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ DMKയുടെ നേതാക്കൾ, അവർ ഈ രാജ്യത്തിൻ്റെ ഏകതയ്ക്ക് അല്ലെങ്കിൽ അഖണ്ഡതയ്ക്ക് ഒരു ഭീഷണിയാവുന്നുള്ളതാണ്. അപ്പം നേരത്തെ സൗത്ത് ഇന്ത്യയെക്കുറിച്ച് അവരുടെ നറേറ്റീവ് എന്നുള്ളത്, ഇത് ഈ ഇന്ത്യയുടെ സെൻറ്റിമെൻറ്റുമായിട്ട് യോജിച്ചു പോകാത്ത പ്രത്യേകതരം രാഷ്ട്രീയമാണ്. അപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ BJPയുടെ കാഴ്ചപ്പാട് നമുക്കറിയാം. ഇത് പെരിയോർ എന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ച് BJP നേതാക്കൾ പറഞ്ഞിരുന്ന കാര്യം. പക്ഷെ അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ വിധി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തീർച്ചയായും BJP അധികാരത്തിൽ തിരിച്ചു വന്നു എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ
തോറ്റ പ്രതിപക്ഷം ആഘോഷിക്കുന്ന, അത് പ്രതിപക്ഷം മാത്രമല്ല, ഇന്ത്യയായി തന്നെ നിലനിൽക്കണം എന്നുള്ള, ഇന്ത്യയെ നിലനിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ കഴിഞ്ഞ 10 വർഷമായി നിരന്തരമായി BJP അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളായാലും ജുഡീഷ്യറി ആയാലും മാധ്യമ മേഖലയായാലും എല്ലാറ്റിനെയും നിരത്തിക്കൊണ്ടുള്ള ഒരു ഏകത സൃഷ്ടിക്കാനുള്ള BJPയുടെ ശ്രമത്തിന് ഏറ്റ വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഭരണം എന്നുള്ളത്, അപ്പോൾ BJPക്ക് അവിടെ അജണ്ടകൾ ഇനി നടപ്പിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പറ്റില്ല. 1925 സ്ഥാപിക്കപ്പെട്ട സംഘടനക്ക് 2025 അവരെ 100-ാം വർഷത്തിൽ കടക്കുമ്പോൾ ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ഈ ഇലക്ഷൻ മാറും. അതുകൊണ്ട് BJPയുടെ വിജയം എന്നുള്ളത് അത് ഒരു സാങ്കേതിക വിജയം മാത്രമാണ്. അത് ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഈ എക്സിറ്റ് പോളുകളൊക്കെ വന്ന ശേഷം മൈനോറിറ്റി, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനിടെ നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ നിരാശയായിരുന്നു. കടുത്ത നിരാശ എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത അവസ്ഥ, ജുഡീഷ്യറിയിൽ വിശ്വാസമില്ലാത്ത, ജനാധിപത്യ പ്രക്രിയയെ തന്നെ ഒരു പുച്ഛത്തോടുകൂടി കാണുന്ന, അല്ലെങ്കിൽ വളരെ നിരാശയോടെ കാണുന്ന ഒരു കാലം, അത് വളരെ അപകടകരമായൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിൻ്റെ വിശ്വാസത്തെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, സന്തോഷമുണ്ട്. അതിൽ കൃത്യമായിട്ട് അവർക്ക് ഒരു പ്രതീക്ഷ വരുന്നുണ്ട്. അത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിഭാഗത്തിൽ അസന്തുഷ്ടി ഉണ്ടാവുകയെങ്കിൽ, നിരാശ ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ജനാധിപത്യ സമൂഹമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം അതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കരുതുന്നു. നമ്മൾ ഈ ഫെഡറലിസത്തിൻ്റെ തന്നെ ബേസിൽ നോക്കുമ്പോൾ സംസ്ഥാനങ്ങളെ മാത്രമായിട്ട് എടുക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ള വിജയം എന്ന് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് അധികമാരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളയുന്നൊരു വിജയം. അത് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് കരുത്തുകയും NDAയെ തളർത്തി കളഞ്ഞതിൽ വലിയൊരു ഫാക്ടറായി മാറിയത് UPയിലെ റിസൾട്ടാണ്. അതിൻ്റെ അടിയൊഴുക്കുകളുടെ അതുപോലെ തന്നെയാണ് ആന്ധ്രയിൽ സംഭവിച്ചിട്ടുള്ളത്, മഹാരാഷ്ട്രയിലെ ഒക്കെ സംഭവങ്ങൾ. എങ്ങനെയാണ് UPയെ മുൻനിർത്തിയും ഈ പറയുന്ന സംസ്ഥാനങ്ങളെ മുൻനിർത്തിയും ഈ മാറി മറിഞ്ഞിട്ടുള്ള അതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കാം, അതിൻ്റെ ഒരു അടിയൊഴുക്കുകൾ എന്തായിരിക്കാം? വാസ്തവത്തിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമ്മൾ മുമ്പ് ഉള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞ പോലെ BJPക്ക് ഒരു ഗ്രാൻഡ് നരേറ്റീവ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ അജണ്ട, അത് കഴിഞ്ഞതോടുകൂടി അത് എത്രയോ ലക്ഷം ആളുകൾ അവിടെ വന്നു പോകുന്നു, അയോധ്യയിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ അത് സാമാന്യമായ ഒരു ആളുകൾ പോവുകയും വരികയും ചെയ്യുന്ന ഒരു സ്ഥലം, അമ്പലം മാത്രമായിട്ട് മാറുന്നു എന്നുള്ള മട്ടിലേക്ക് അതെത്തി. അതൊന്നും നിലനിർത്താൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370യുടെ അബ്രോഗേഷൻ എന്ന് പറയുന്നത് അതും വലിയ രീതിയിൽ അത് വെച്ചിട്ടാണല്ലോ 370 എന്ന് പറയുന്ന ഒരു സീറ്റ് ഇപ്രാവശ്യം 370 അബ്രോഗേറ്റ് ചെയ്തു, 370ക്ക് മുകളിൽ സീറ്റ് കിട്ടുമെന്നൊക്കെ. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമൊന്നും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല കാശ്മീരിനെ ഒരു തിയേറ്റർ ഓഫ് വാർ ആക്കിയിട്ട്, ഹിന്ദുത്വയുടെ ഒരു യുദ്ധ ഭൂമിയാക്കിയിട്ട് പ്രതിഷ്ഠിച്ചിരുന്നു. കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370യിൽ ഇത് എടുത്തു കളഞ്ഞതോടുകൂടിയും കാശ്മീർ നോർമൽസിയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞതോടുകൂടിയും സാമാന്യമായിട്ട് ഇവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്ന ഒരുപാട് നുണകളുടെ തുടർ പ്രചരണത്തിനുള്ള സാധ്യതകളും അങ്ങനെ ഇല്ലാതായി. പിന്നെയുള്ളത് യൂണിഫോം സിവിൽ കോഡ് നേരിട്ട് അടുത്ത ഘട്ടത്തിലേക്കാണ് അവർ വെച്ചിരുന്നത്. അങ്ങനെയാണ് ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഒരു മാതൃകയായിട്ട് അവർ കൊണ്ടുവന്നത്. പക്ഷേ ഇതൊന്നും ദേശവ്യാപകമായ രീതിയിൽ കൊണ്ടുവരുന്നതിന് അവർക്ക് കഴിഞ്ഞില്ല. അവസാന പടിയായിട്ടാണ് ബംഗാളിൽ ഇലക്ഷൻ്റെ മുമ്പായിട്ട് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സിറ്റിസൺഷിപ്പ് ഗ്രാൻഡിയിലും ഒക്കെ നടത്തിയത്. പക്ഷേ ഇതൊക്കെ രാജ്യത്തൊട്ടാകെ ബാധിക്കുന്ന, CAA ഓഫ് കോഴ്സ് രാജ്യത്തൊട്ടാകെ ബാധിക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റാൻ അവർക്ക് കഴിയില്ല. കാരണം അത് ലിമിറ്റഡ് ടു സം സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അതിൻ്റെ പ്രധാന ഇലക്ട്രൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് നെറേറ്റീവ് ഉണ്ടാക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് തൻ്റെ പതിവ് ബാക്ക് ടു ബേസിക്സ് എന്നുള്ളതിലേക്ക് മോദി പോവുകയും മുസ്ലിങ്ങൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ജനാധിപത്യ ശക്തികൾക്കെതിരെയും ഒക്കെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. മുസ്ലിങ്ങൾ ഇതിനകം കുപ്രസിദ്ധമായി കഴിഞ്ഞ ബൻസ്വാഡ പ്രസംഗം പോലെയൊക്കെയുള്ള പെറ്റുകൂട്ടുന്നവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, നിങ്ങളുടെ താലിമാലകൾ വരെ എടുത്ത് കോൺഗ്രസ് വിൽക്കും, കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയെ വക്രീകരിച്ച് ആക്കുക, കോൺഗ്രസിനകത്ത് ഇന്ന് മാവോയിസ്റ്റുകളാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് മോദി പ്രസംഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ
ഈ അങ്കലാപ്പ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതേ അങ്കലാപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരെ മോദി കാണിച്ചുകൊണ്ടിരുന്നു. ഈ അങ്കലാപ്പിലേക്ക് മോദിയെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യ സഖ്യമടക്കം നടത്തിയ ഒരുപാട് സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സ്, പീപ്പിൾസ് മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തിയ പ്രചരണങ്ങളുടെയും അതുപോലെ തന്നെ ഇത്രയും കാലം സസ്റ്റൈനബിളായിട്ട് നിൽക്കുന്ന ഒരു ജനാധിപത്യ പ്രതിഷേധത്തിൻ്റെയും ഭാഗമായി, അത് ചെറിയ ചെറിയ പ്രതിഷേധങ്ങളുടെ കൂടി ഭാഗമായാൽ പോലും നടന്നൊന്നാണ്. ഇത് സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റാണല്ലോ ഇവരുടെ, ഈ കൗ ബെൽറ്റാണ് മറ്റേ BJPയുടെ വലിയൊരു കേന്ദ്രമായിട്ട്. ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്തു നിന്നും സീറ്റുകൾ കിട്ടിയില്ലെങ്കിലും ഹിന്ദി പ്രദേശം വെച്ചിട്ട് ഹിന്ദി ഇന്ത്യ എന്നുള്ള ആ ഒരു സമവാക്യത്തിൽ ഇന്ത്യയെ ഭരിക്കാമെന്ന് 2019 വരെ എങ്ങനെയാണ് ഭരിച്ചത്. പക്ഷേ ഇത് ഇപ്രാവശ്യം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതിൻ്റെ കാരണങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ലാർജർ ഹിന്ദുത്വ അംബ്രല്ലയുടെ കീഴിൽ ഇവർ കൊണ്ടുവന്ന ഹിന്ദുക്കൾക്കിടയിലെ ഈ ജാതി സമവാക്യങ്ങളെയെല്ലാം വിശാല ഹിന്ദു ഐഡൻറ്റിറ്റിയിലേക്ക് ഇവർ കൊണ്ടുവരുന്നതിൽ 2014-ലും 2019-ലും സാമാന്യമായ വിജയം ഇവർ നേടിയിരുന്നു. പക്ഷേ 2024 എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് പതുക്കെ ഇല്ലാതെ വീണ്ടും ദുർബലമായി എന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ UP എടുത്തു നോക്കാം. UPയിൽ സമാജ്വാദി പാർട്ടി ഇപ്രാവശ്യം, സമാജ്വാദി പാർട്ടി ഒരു യാദവ് പാർട്ടി ആയിട്ടാണ് കാണുന്നത്. ഒരു OBC എന്നുള്ളതിൽ തന്നെ യാദവന്മാരുടെ പാർട്ടിയായിട്ടാണ് ഓഫ് കോഴ്സ് അവരുടെ നേതൃത്വവും ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പം യാദവ് പ്ലസ് മുസ്ലിം ആയിരുന്നു അവരുടെ എല്ലാ കാലത്തെയും കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ ബി ജെ പി ഇതിനെ അട്ടിമറിക്കുകയും BJP മറ്റെല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും, എസ്പെഷ്യലി ദളിത് ഗ്രൂപ്പുകളിൽ നിന്ന് ജാത്വ വോട്ടുകളുള്ള BSPയുടെ ജാത്വ ഒഴിച്ചുള്ള വോട്ടുകൾ പരമാവധി BJPക്ക് പോകുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് തന്നെ അറിയാം, ദളിത് വോട്ടുകൾ BSP ഈസ് ബിക്കമിങ് ആൻ ഇറലവൻറ്റ് ഫാക്ടർ ഇൻ UP ഇൻ എ സെൻസ്. അപ്പോൾ ഇതുണ്ട് അവിടെ. പക്ഷേ ഈ സീറ്റുകൾ, ഈ ഒരു കോമ്പിനേഷനെ സമാജ്വാദി പാർട്ടി മറികടന്നു. അവർ എല്ലാ വിഭാഗം ജാതിക്കാർക്കും ജാതികളെയും ഉൾക്കൊള്ളിക്കുകയും വോട്ട് കൊടുക്കുകയും പ്രത്യേക സമവാക്യം തന്നെ ഉണ്ടാക്കി പിച്ചുവാട ഒരു PDP ആ സമവാക്യം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായിട്ട് യാദവന്മാർ കൊടുത്ത സീറ്റുകൾ വളരെ കുറവാണ്. മുസ്ലിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ സീറ്റും വളരെ കുറവായിരുന്നു. മുസ്ലിം സ്ഥാനാർത്ഥികളുടെ സീറ്റ് കുറവാണ്. പക്ഷെ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ സീറ്റ് കുറവാണെങ്കിലും UPയിലൊക്കെ ഇപ്പോൾ നമ്മൾ UPയിലൊക്കെ യാത്ര ചെയ്ത ഘട്ടത്തിൽ, ഈ ഇലക്ഷൻ്റെ മുമ്പും ഒക്കെ ഇലക്ഷൻ്റെ ഇതിലൊക്കെ ഘട്ടത്തിൽ ഈ മുസ്ലിങ്ങൾ UPയിൽ ഓഫ് കോഴ്സ് മൗലാന മുലയം എന്നാണല്ലോ മുലയം സിംഗിനെ വിളിച്ചിരുന്നത് പോലും. അപ്പോൾ മുസ്ലിങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാധാരണ രീതിയിലൊരു ടാക്ടിക്കൽ വോട്ടിംഗ് ന്യൂനപക്ഷം നടത്തും എന്നാണല്ലോ പൊതുവെ ഇങ്ങനെ പറയുന്നത്. ഇലക്ഷന് വരുമ്പോൾ ആരാണോ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള, ഒരു സെക്യുലർ പൊളിറ്റിക്സിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി അവർക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ BJPക്ക് എതിരായിട്ട്. ഇങ്ങനെ വോട്ട് ചെയ്താലും അവിടെ ജയിച്ചിരുന്നില്ല വാസ്തവത്തിൽ. ഇങ്ങനെ വോട്ട് ചെയ്താലും 30%, 25% മുസ്ലിം പോപ്പുലേഷനുള്ള, വോട്ടർ പോപ്പുലേഷനുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹിന്ദു കോൺസെൻട്രേഷൻ ഓഫ് ഹിന്ദു വോട്ട് വന്നിട്ട് BJPയാണ് ജയിച്ചിരുന്നത്. ഇത്തവണ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്, ഞാൻ അതിലേക്കാണ് വരുന്നത്, ഇത്തവണ UPയിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അതുണ്ടായില്ല. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ ഒരു ബൈ ഡിഫോൾട്ട് പാർട്ടിയാണ് BJP. അപ്പോൾ ഇലക്ഷൻ വന്നാൽ പോവുക, BJPക്ക് വോട്ട് ചെയ്യുക, ബാക്കി ഒക്കെ അങ്ങനെയല്ല എന്ന് ഉത്തർപ്രദേശിൽ ആളുകൾ വീണ്ടും പറഞ്ഞു. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ UPയിൽ പോയപ്പോഴൊക്കെ ആളുകൾ സംസാരിച്ചിരുന്നൊരു വിഷയം എന്ന് പറയുന്നത് ബേറോസ്ഗാരി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട് എന്നവർ പറയുകയാണ്. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മുടെ കണക്കുകളൊക്കെ എത്ര മറച്ചു വെച്ചാലും നമ്മളുടെ മുമ്പിലുള്ള ലഭ്യമായ കണക്കുകൾ പ്രകാരം 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഉത്തർപ്രദേശും ഹിന്ദി ബെൽറ്റ് കണക്കിലെടുത്താലും ഉത്തർപ്രദേശൊക്കെ പ്രത്യേകമായിട്ടും ചെറുപ്പക്കാരുടെ എണ്ണം പോപ്പുലേഷനിൽ വളരെ കൂടുന്ന സ്റ്റേറ്റുകളാണ് അതെല്ലാം. ഇപ്പോൾ കേരളം കുറച്ച് പോലും കൂടി കഴിഞ്ഞാൽ 50 വയസ്സുള്ളവരുടെ എണ്ണം കൂടാൻ പോകുന്നതെന്ന് പറയുന്ന പോലെ. പക്ഷെ മറ്റൊരു തിരിച്ചാണ്, ഈ പോപ്പുലേഷൻ ഗ്രോത്തിൽ അവിടെ ചെറുപ്പക്കാരുടെ എണ്ണമാണ് കൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തൊഴിലില്ലായ്മ വലിയൊരു വിഷയമായിട്ട് അവിടെ വരുന്നുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ ഒരു ഇലക്ഷൻ കഴിയുമെന്നൊന്നുമില്ല, പക്ഷേ ഈ പ്രതിഷേധം അവിടെയുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ അപ്പോൾ ഈ ഹിന്ദു അംബ്രല എന്ന് പറയുന്ന ഒരു സാധനം, ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഇത് ദുർബലമായി എന്ന് നമുക്ക് കാണാം. UPയിൽ അത് ദുർബലമായത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഗുജറാത്ത് പോലെയോ മധ്യപ്രദേശ് പോലെയോ അല്ല UP എന്ന് പറയുന്നത് വലിയൊരു മുസ്ലിം പോപ്പുലേഷനുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ടൊരു ശത്രുവിനെ പ്രതിഷ്ഠിക്കാൻ BJPക്ക് കഴിഞ്ഞ ഒരു സ്ഥലമാണ്. ആ ബുൾഡോസർ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്ന് ജനാധിപത്യത്തെയും നിയമവാഴ്ചയെയും റൂൾ ഓഫ് ലോയെയും അട്ടിമറിച്ചൊരു സ്ഥലമാണ് UP. അവിടെ ഇത്തരം ഒരു വിധി ഉണ്ടായത്, ഇത്തരം ജനങ്ങൾ ഇങ്ങനെ ഒരു മാൻഡേറ്റ് നൽകിയത് വളരെ കൃത്യമാണ്. എന്ന് മാത്രമല്ല,
ഈ പോസ്റ്റ് മണ്ഡൽ പൊളിറ്റിക്സിൽ മണ്ഡൽ വേഴ്സസ് കമണ്ടൽ രാഷ്ട്രീയത്തിൽ കമണ്ടൽ രാഷ്ട്രീയം മണ്ഡൽ രാഷ്ട്രീയത്തെ പതുക്കെ ആദ്യം കമണ്ടൽ അവിടെ വീഴുകയും മണ്ഡൽ രാഷ്ട്രീയവും മണ്ഡൽ പാർട്ടികളും പോസ്റ്റ് മണ്ഡൽ പൊളിറ്റിക്സിലെ പാർട്ടികളും ഹിന്ദി ബെൽറ്റിൽ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം ഇത്തവണ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇതേ മണ്ഡൽ പൊളിറ്റിക്സ് തന്നെയാണോ സ്വാധീനം ഉണ്ടാക്കുന്നത് എന്നുള്ള അടുത്ത ചോദ്യം. പക്ഷേ ഗുണപരമായൊരു മാറ്റം ആ പാർട്ടികൾ ഈ മുഖ്യധാര ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിന്നും അവർ പതുക്കെ വെയിൻ ഔട്ടായിട്ട് പോകുമോ എന്നുള്ളതിൽ നിന്നും അവർ വീണ്ടും വരുന്നു എന്ന് മാത്രമല്ല, അവരുടെ പൊളിറ്റിക്സിൽ നേരത്തെ ഉണ്ടായിരുന്ന കാസ്റ്റ് പൊളിറ്റിക്സിൻ്റെ സമവാക്യങ്ങൾക്കപ്പുറം കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ട് സെക്യുലർ പൊളിറ്റിക്സിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ജനാധിപത്യ പാർട്ടികളാവാൻ വേണ്ടി അടിസ്ഥാനപരമായ ഇത്തരം സെക്യുലർ പൊളിറ്റിക്സിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പാർട്ടികളായിട്ട് അവ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ SPD ഈ പുതിയ സമവാക്യമൊക്കെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയിലെമ്പാടും ഫെഡറലിസത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിൽക്കുന്ന പാർട്ടികൾ ശ്രമിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സാമാന്യമായിട്ട് BJPയിൽ നിന്നും വലിയ വെല്ലുവിളികൾ നേരിടാത്ത തമിഴ്നാട്ടിൽ ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സ്റ്റാലിൻ, ഇപ്പോൾ DMKയുടെ വോട്ട് ഷെയർ 26% ആണ് ഇത്തവണ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഉദാരമായി ലിബറലായിട്ട് മറ്റു പാർട്ടികൾക്ക് സീറ്റുകൾ കൊടുക്കുകയും അവയുടെ വോട്ട് കൂടിയാലും ആ മറ്റു പാർട്ടികൾക്ക് സീറ്റുകൾ കൊടുക്കുകയും BJPയുടെ പൊളിറ്റിക്സിനെയാണ് DMK തടഞ്ഞു നിർത്തിയത്. വെറും 2 സീറ്റല്ല തടഞ്ഞു നിർത്തുന്നത്, തമിഴ്നാട്ടിൽ വരുന്ന BJPയുടെ പൊളിറ്റിക്സിനെയാണ് തടഞ്ഞു നിർത്തുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഹിന്ദി ബെൽറ്റ് കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കിട്ടിയ 303 സീറ്റുകൾ, ഈ 303 സീറ്റുകളിൽ ഇത്തവണ അവർക്ക് 92 സീറ്റുകൾ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 92 സീറ്റോ മറ്റോ നഷ്ടപ്പെട്ടു. 32 സീറ്റുകൾ കൂടുതലായിട്ട് കിട്ടി. ഇത് ഈ നഷ്ടപ്പെട്ട 92 സീറ്റുകൾ എന്ന് പറയുന്നതിൽ നഷ്ടപ്പെട്ടതിൽ ഇപ്പോൾ റിസർവേഷൻ സീറ്റുകൾ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ റിസർവേഷൻ സീറ്റുകൾ ഏതാണ്ട് 18 വരെ, ജനറൽ സീറ്റുകൾ അത് പ്രൊപ്പോർഷനേറ്റ് ആണ്, എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട സീറ്റുകൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാജസ്ഥാനിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് BJPയുടെ സ്ട്രോങ് ഹോൾഡ്, ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് അവർക്ക് ഈ സീറ്റുകൾ നഷ്ടപ്പെട്ടത്. അവർ ഗെയിൻ ചെയ്തതെന്ന് പറയുന്നത് ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ പേരിലല്ല ഗെയിൻ ചെയ്തതെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് കിട്ടി ഇവിടെ ഒഡീഷയിൽ കിട്ടിയ സീറ്റുകൾ, അതൊരു ആൻറ്റി ഇൻകംബൻസിയും ഒപ്പം തന്നെ ഒഡിയ അസ്മിത എന്ന് പറയുന്ന ഒഡിയ പ്രൈഡ് ആണ് അവർ മുന്നോട്ട് വെച്ചൊരു സാധനം. ഈ പാണ്ഡ്യനാണ്, തമിഴ് ബാബു ആണ് ഇനി ഒറീസക്കാരെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ പ്രചരണം അവിടെ ഉണ്ടായിരുന്നു. പട്നായിക് കാണിച്ച ഏറ്റവും വലിയ ടാക്ടിക്കൽ മിസ്റ്റേക്ക് കൂടിയായിരുന്നു അത്. എനിവേ, ഇത് അവിടെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഹിന്ദുത്വയ്ക്കും മോദിക്കും കിട്ടിയ വോട്ടിനേക്കാൾ ഉപരി ആ സംസ്ഥാനത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അവിടെ നടന്ന അവിടുത്തെ ഒരു ആൻറ്റി ഇൻകംബൻസിയുടെ ഒക്കെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഇത്തരത്തിൽ സത്യത്തിൽ നമ്മൾ നോക്കിയാൽ BJPയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഏതാണ്ട് ഒരു 4 ഘടകങ്ങൾ BJPയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ അതിൻ്റെ ഈ പറയുന്ന രഥയാത്രയെ തടഞ്ഞു നിർത്തുന്ന വിലങ്ങുതടികളായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ തരത്തിലുള്ള തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ. ഇപ്പോൾ ഇന്ന് ഹരീഷൊക്കെ എഴുതിയ മാതിരി കഴിഞ്ഞ തവണ BJP അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഏതാണ്ട് 6-7% ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ എല്ലാ സീരിയൽസിൻ്റെ ആയാലും പൾസസിൻ്റെ ആയാലും വെജിറ്റബിൾസിൻ്റെ ആയാലും എല്ലാത്തിലും ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലാണ്. അത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതത്തിൽ വളരെ പ്രകടമായ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുകയാണ്. അത് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയും വോട്ട് ചെയ്യുകയും അത് ഹിന്ദുത്വയ്ക്ക് അപ്പുറത്തേക്ക് അതിനെ കാണുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയണമെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഇന്ന് വോട്ടിങ്ങിൽ നമുക്കത് ഡിസ്ഫർ ചെയ്യാൻ പറ്റില്ല, കാരണം കേരളം അങ്ങനെയല്ല കുറേ കാലമായിട്ട്. പക്ഷേ UPയിലെ വോട്ടിങ്ങിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ഈ ഹിന്ദുത്വയുടെ ബേസ് സ്ഥലങ്ങളിൽ വന്ന വോട്ടിംഗ് പ്രശ്നമാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ചെറുത്തുനിൽപ്പ് അതെല്ലായിടത്തും കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അത് ഇപ്പോൾ തമിഴ്നാട്ടിലാവട്ടെ, ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ TMC 22-ൽ നിന്ന് 29 ആവുകയാണ് ചെയ്തത്. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ പോലും അവിടുത്തെ TDPയുടെ വാലായിട്ട് നിന്നിട്ടാണ് BJPക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇതുപോലെ ഈ ഒരു തരത്തിലുള്ള ഇന്ത്യയുടെ ഫെഡറൽ ഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു എന്ന രാഷ്ട്രീയം മുന്നോട്ട് വെച്ച പാർട്ടികൾ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം BJPക്കെതിരെ വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട്. അതാണ് രണ്ടാമത്തെ കാര്യം.
ആ ഫെഡറൽ ഘടനയിൽ ഊന്നി നിന്ന് ചെയ്യേണ്ട രാഷ്ട്രീയ പ്രതിരോധത്തിന് പകരം BJP-യുമായിട്ട് കൊടുക്കൽ വാങ്ങലിലൂടെ ബാർഗെയിൻ പൊളിറ്റിക്സ് കളിക്കാമെന്ന് വിചാരിച്ച നവീൻ പട്നായിക്കാണ് വീണുപോയത്. അതാണ് ഇത് തന്നെ ശ്രമിച്ച ഓപ്പോസിഷനിലാണെങ്കിൽ പോലും AIADMK ഇത് തന്നെ ശ്രമിച്ച അവരുമാണ് വീണുപോയത്. അതല്ലാതെ ആ കൃത്യമായിട്ട് സംസ്ഥാന പൊളിറ്റിക്സിൽ ഊന്നി നിൽക്കുകയും BJP-യുടെ വൺ നാഷൻ എന്നുള്ള പദ്ധതിയിൽ വൺ നാഷൻ വൺ ഇലക്ഷൻ പദ്ധതിയെ എതിർക്കുകയും ഒക്കെ ചെയ്ത പാർട്ടികൾ BJP-ക്കെതിരെ സക്സസ്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ കാസ്റ്റ് പൊളിറ്റിക്സിനെയാണ്. കാസ്റ്റ് പൊളിറ്റിക്സ് നിഷേധാത്മകമായ ഒരു രീതിയിൽ ഉണ്ടാകുന്നതിന് പകരം ഇത്തവണ വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞൊരു ജനാധിപത്യ പൊളിറ്റിക്സിൻ്റെ ഉള്ളിലേക്ക് കാസ്റ്റ് സെൻസസിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞത്, കാസ്റ്റ് സെൻസസ് ഒന്നും ഒരു വലിയ വ്യാപകമായ ഒരു തെരഞ്ഞെടുപ്പ് നരേറ്റീവ് ഒന്നുമായിട്ട് വന്നില്ലെങ്കിലും BJP-യുടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തങ്ങളുടെ സ്വത്വത്തെ, തങ്ങളുടെ ഐഡൻറ്റിറ്റിയെ, ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളെല്ലാം വിഴുങ്ങുന്ന ഒന്നാണെന്ന് എവിടെയൊക്കെയോ ജനം തൊടുകയും, വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യൻ ജനത അതിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളെ വീണ്ടെടുക്കുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഒരു പ്രസൻസാണ് ഇപ്പോൾ NDA സർക്കാരിനെ നിലനിർത്തുന്നത് എന്ന് പറയാം. ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷമാണ്, അവസാന ഘട്ടത്തിലാണ് നിതീഷ് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിൽ മമത ഒറ്റയ്ക്കാണ് മത്സരിച്ചെങ്കിൽ പോലും അത് ഇന്ത്യക്ക് ഗുണകരമായി മാറുകയാണ്. ഇപ്പോൾ നേരത്തെ പ്രമോദ് പറഞ്ഞതുപോലെ അത്തരം സാഹചര്യങ്ങളെ ജനങ്ങൾ വേറെ തരത്തിൽ തിരിച്ചറിയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിതീഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നേരത്തെ കിട്ടിയിരുന്ന സീറ്റുകളൊക്കെ വളരെ കുറവാണ് കിട്ടിയിരുന്നെങ്കിൽ പോലും അതൊരു നിർണായക ഘടകമായി മാറിയിട്ടുണ്ട് NDAക്കകത്ത്. ഈ നിതീഷിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും NDAയിലെ പ്രാതിനിധ്യം എങ്ങനെയാണ് ഇനി NDA നിർണ്ണയിക്കാൻ പോകുന്നത്? ഇപ്പോൾ നടക്കുന്ന സർക്കാരിനെ കുറിച്ചുള്ള, പുതിയ സർക്കാരിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇവർ രണ്ടുപേരെയും രണ്ടൊരു പ്രഷർ ഫോഴ്സ്, സമ്മർദ്ദ ശക്തികൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു വളരെ പരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടെ സ്ഥാനം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള വിലപേശലുകൾ ഉണ്ടാവാം. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു പ്രസൻസ് എന്നുണ്ടല്ലോ, അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഫെഡറലിസം എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും ഈ ചന്ദ്രബാബു നായിഡുവിന് കഴിയില്ല. ഈ BJP-യുടെ ഒരു വലിയ കഴിഞ്ഞ 2 തവണത്തെ പോലെ ഇപ്പോൾ 2014-ലെയും 2019-ലെയും ഒരു ബുൾഡോസിങ് ഒരു ഫോഴ്സ് മോഡിയുടെയും അമിത്ഷായുടെയും ആ ഫോഴ്സ് പ്രയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറേയും കൂടിയും ഒരു ക്രിയേറ്റീവായിട്ട് ഈ കോalition സർക്കാരിന് കൊണ്ടുപോകാനുള്ള ഒരു ഫാക്ടർ അവിടെ സാധ്യത അവിടെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നത്തെ ഒരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ജാതി സെൻസസ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. അതായത് ഈ ജാതി സെൻസസ് ഒരിക്കലും മോദിക്ക് നടപ്പാക്കാൻ പറ്റാത്ത ഒരു ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം മോഡിയുടെ മുന്നേ വന്നാൽ പോലും അതൊരു പ്രഷർ ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക, അതിനൊരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം എടുക്കാൻ സ്വാഭാവികം ജാതി സെൻസസ് മാത്രമല്ല, അതുപോലെ ഈ പ്രാദേശികമായിട്ടുള്ള ഈ സംസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസ്, ഫെഡറലിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഇഷ്യൂസ്, സാമ്പത്തികമായിട്ടുള്ള ഈ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ, അങ്ങനെ കുറേ ഇഷ്യൂസ് ഈ രണ്ട് പ്രഷർ ഫോഴ്സിൽ നിന്ന് നമ്മളിപ്പോൾ പറയുന്ന ആ സാന്നിധ്യം കാരണം കുറേയും കൂടിയും ഒരു പുനഃസംഘടിപ്പിക്കേണ്ടി വരും. അത് മോദിയും അമിത്ഷായുടെയും നേതൃത്വം ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന നയത്തിൽ നിന്ന് പുരോഗമനപരമായിട്ടുള്ള ഒരു റീകൺസ്ട്രക്ഷനിലേക്ക് നയങ്ങളെ പോകേണ്ടി വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് കൂടി മാറാനിടയുണ്ട് ഈ രണ്ടുപേരുടെ ഇത്. ഈ പാർട്ടി പൊളിറ്റിക്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ, സഖ്യകക്ഷി രാഷ്ട്രീയമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ പഴയ പാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഈ കാലുവാരലിനൊരു പിതാവാണെന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം. NT രാമറാവുവിനൊക്കെ അട്ടിമറിച്ചിട്ട് വരുന്ന ഒരു ഇതാണ്. നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം അത്രത്തോളം ശോഭനീയമൊന്നുമല്ല. പക്ഷേ ആ ഒരു ഫാക്ടേഴ്സ് നിലനിൽക്കുമ്പോൾ തന്നെ കുറേയും കൂടി സാധ്യതകളുണ്ട് എന്നുള്ളതാണ് കോalition ഇതിൽ. ഈ BJP-യെ മുന്നേ നിർത്തിക്കൊണ്ട് ഇവർക്ക് വേണമെന്നെങ്കിൽ, അതായത് വികസിച്ചു വരുന്ന ഫെഡറലിസത്തിൻ്റെയും ഈ സാമ്പത്തിക വികേന്ദ്രീകരണത്തിൻ്റെയും ഒക്കെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക്, വളരെ പുരോഗമനപരമായ സമീപനത്തിലേക്ക് വേണമെങ്കിൽ ഈ സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരിക. കഴിഞ്ഞ തവണത്തെ നമ്മുടെ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് കമൽറാം സജീവ് തന്നെ അല്പം തമാശയായിട്ടാണ് പറഞ്ഞത്, നിതീഷ് കുമാറിലാണ് പ്രതീക്ഷയുള്ളത്, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്, തോറ്റു കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാലൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ശരിക്കും ഒരു സാധ്യതയായിട്ട് തന്നെ നിലനിൽക്കുക. ഇപ്പോൾ ഒരു സർക്കാർ രൂപവൽക്കരണം നടന്നാലും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ
ഒരു തിരിച്ച് ഇന്ത്യ മുന്നണിക്ക് ഒരു ഭരണം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയും കൂടി തെളിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലൊക്കെ ആ രീതിയിലുള്ളൊരു വാർത്തയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പ്രതിപക്ഷത്തിരിക്കാനല്ല ആഗ്രഹം എന്ന് ഇവർ പറയുന്നുണ്ട്. അതെ, എന്ന് മാത്രമല്ല അതായത് അത്രയും സമ്മർദ്ദമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിതീഷിന് പറ്റും. നിതീഷിന് അതിനൊരു മടിയുമില്ല. രാഷ്ട്രീയമായ ധാർമ്മികതയുടെ ഒരു പിൻബലമില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും മുന്നണിയിൽ മാറാനുള്ളൊരു എന്ത് തോന്നുന്നു ഇതിൻ്റെ ഒരു ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട NDA മുന്നണിയുടെ ഒരു സാധ്യത എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നേരത്തെ പ്രശാന്ത് പറഞ്ഞ സംഭവങ്ങളാണ് അതിൽ വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മളൊരു 3 ഭീതി, ഇപ്പം നിതീഷിനെയോ അല്ലെങ്കിൽ നായിഡുവിനെയോ ഒക്കെ നമ്മളൊരു കോമിക് ക്യാരക്ടറായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഇപ്പം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് ഏറ്റവും വലിയ ഭീതി എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു ഏക ശിലാരൂപം അല്ലെങ്കിൽ ഏക മുഖത്വത്തോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇന്ത്യയിലെ ഭരണ കക്ഷി മാറുന്ന ഒരു ഭീതി ഉണ്ടായിരുന്നു. ആ ഭീതിയാണ് ഒറ്റയടിക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്ക് വരുന്ന മേൽക്കൈ അത് ബാർഗൈനിങ് പവറായിട്ട് അല്ലെങ്കിൽ ഒരു പവർ ബ്ലോക്കായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഫെഡറലിസത്തിന് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നിതീഷ് കുമാറും അതിൽ അങ്ങനെ തന്നെ നമ്മൾ കാണുന്നത്. അത് അധികാര കൊതി കൊണ്ട് മാത്രമുള്ള ചാഞ്ചാട്ടമായിട്ട് നിതീഷ് ഇന്ത്യ മുന്നണി വിട്ടുപോയതിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അതിനകത്ത് ഇപ്പുറത്തുള്ള കുറേ പ്രഷർ ടാക്ടിക്സിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. വേറൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയോ തെലുഗുദേശം പാർട്ടിയോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു 2 പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ഇന്ത്യ ഭരിക്കേണ്ടി വരിക എന്നുള്ളത് വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യം പക്ഷേ പോയില്ലായിരുന്നെങ്കിൽ എന്ന് കൂടിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ല, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. കാരണം നമ്മളുടെ ഒരു വിശകലനത്തിൻ്റെ പ്രശ്നമല്ലത്. കാരണം നിലനിൽക്കുക എന്നുള്ളത് ഇപ്പം നിതീഷ് കുമാറിൻ്റെ പാർട്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ താല്പര്യമല്ല. അപ്പോൾ അതിനുള്ള രാഷ്ട്രീയ സംഗതികൾ അദ്ദേഹം തന്നെ TDP ക്കുണ്ട് പ്രശ്നം. TDP ക്കുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഫെഡറലിസത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഇപ്പം നേരത്തെ പറഞ്ഞ ജാതി സെൻസസിൻ്റെ പ്രശ്നം പോലെ തന്നെ തെലുഗുദേശം വെക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ സ്റ്റേറ്റ് സ്റ്റാറ്റസ് ആണ് ചോദിക്കുന്നത്. അത് ഫെഡറലിസത്തിന് ഒരു വലിയൊരു ഇതാണ്. കാരണം BJP ആഗ്രഹിക്കാത്ത ഒരു സാധനമാണ് ആദ്യം തന്നെ ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു സംഗതി. പിന്നെ ഒരു വലിയ ഭീതി ഉണ്ടായിരുന്നത് ഹിന്ദി ഭാഷ എന്നുള്ള രീതിയിലും സംസ്കാരം എന്നുള്ള രീതിയിലും BJPയോടൊപ്പം തന്നെ മുന്നേറുന്ന ഒരു രീതി. അത് ശരിക്കും ഒരു ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നുള്ള രീതിയിൽ ഒരു വിഭജനത്തിൻ്റെ രീതിയിലേക്ക് പോലും പേടിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ക്യാമ്പയിൻ പോയിരുന്നു. അതും ഏതാണ്ട് തൽക്കാലത്തേക്ക് ഈ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പുനർജനിയോട് കൂടിയിട്ട് അതും ഒന്ന് മാറിക്കിട്ടിയ ഒരു സന്ദർഭമാണുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതായിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞ പുഴങ്കര പറഞ്ഞതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ റീഡിഫൈൻ ചെയ്യുന്ന പല പ്രക്രിയയും ഉത്തർപ്രദേശിൽ നടന്നതായിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് SP എടുത്ത ഒരു സ്റ്റാൻഡ് ഈ ഫൈസാബാദിൽ, അതായത് ഈ അയോധ്യയുടെ ഫൈസാബാദിൽ ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് റിസർവേഷനിൽ പെടാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നത്. അത് അവിടുത്തെ ഒരു RSSO അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയമോ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനെ മാറ്റിമറിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പുനർജനി അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രാമുഖ്യം, രണ്ടാമത്തേത് ഹിന്ദി ബെൽറ്റിൻ്റെ ഒരു ആധിപത്യത്തിൻ്റെ തകർച്ച, പിന്നെ ഹിന്ദുവും ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുവും തമ്മിലുള്ള ഒരു വ്യത്യാസം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ഈ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്തിട്ടൊന്നും ഇന്ത്യയിൽ ഒരു ഡെമോക്രസി കൊണ്ടുവരിക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡെമോക്രസിയാണ് സെക്കുലർ ഡെമോക്രസി എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മൗഢ്യധാരണ എനിക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഈ ഹിന്ദു തന്നെയാണ് എപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലെ ഡെമോക്രസിക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കേരളത്തെക്കാളും കൂടുതൽ രാഷ്ട്രീയ ബോധം ഉത്തർപ്രദേശിനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഹിന്ദുവിൽ, അതായത് നമ്മൾ പറഞ്ഞ വിശ്വ ഹിന്ദുവിലല്ല, വിശാല ഹിന്ദുവിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടിയായിരുന്നു. ഇപ്പോൾ ഈ 2 മുന്നണിയിലെയും BJP ഒഴിച്ചുള്ള ഘടകകക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വക്കെതിരെ നിൽക്കുന്ന കക്ഷികളാണ് മിക്കവാറും പേര്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയാണ് 37 സീറ്റോടെ ഇന്ത്യയിലെ 3ാമത്തെ കക്ഷി, BJPയും കോൺഗ്രസും കഴിഞ്ഞ. സമാജ്വാദി പാർട്ടി എന്ന് പറഞ്ഞാൽ മത്സരിച്ചത് ഈ പറഞ്ഞ പോലത്തെ ഇതിനെതിരായിട്ടുള്ള നിന്നുകൊണ്ടുള്ള ഇഷ്യൂസ് മുന്നിൽ ഉയർത്തിക്കൊണ്ടാണ്. അങ്ങനെ റെപ്രസെൻറ്റേഷൻ വൈസായിട്ട് തന്നെ ഹിന്ദുത്വയ്ക്ക് എതിരായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ, മൊത്തം ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് മുന്നണി രാഷ്ട്രീയം തന്നെ വരുന്നു, ദേശീയ രാഷ്ട്രീയം തന്നെ വരുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സംഭവമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷ കക്ഷികൾക്ക് കിട്ടിയിട്ടുള്ള ചില സീറ്റുകളും ഇപ്രാവശ്യത്തെ രാഷ്ട്രീയത്തിനെ നന്നായി ഒരു പ്രോഗ്രസീവായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ലെഫ്റ്റിൻ്റെ ഗെയിൻ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഫെഡറൽ പാർട്ടികളെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് ഒരു കോൺഫെഡറേഷനാണ് ശരിക്കും ഇന്ത്യ. കുറേ ദേശീയ ജനവിഭാഗങ്ങളുടെ ഒരു കോൺഫെഡറേഷനായിട്ടാണ് ശരിക്കും കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ സ്റ്റാലിൻ്റെ പാർട്ടി, അതേപോലെ മമതയുടെ പാർട്ടി,
അങ്ങനെയുള്ള പ്രാദേശിക പാർട്ടികളൊക്കെ ശരിക്കും ഇന്നൊരു ലെഫ്റ്റിൻ്റെ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അവരെയും കൂടി ശരിക്കും ഒരു ലെഫ്റ്റ് പാർട്ടിയായിട്ട് പരിഗണിക്കാം സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ ലെഫ്റ്റ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇങ്ങനെയുള്ള പാർട്ടികളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമാജ്വാദി പാർട്ടി തന്നെ 2 സീറ്റിൽ ജനറൽ സീറ്റിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ നിർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പാർട്ടി ജനറൽ സീറ്റിൽ പിന്നെ ഒരു പട്ടികജാതിക്കാരനെ നിർപ്പിച്ചതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കേരളത്തിൽ തന്നെ കെ രാധാകൃഷ്ണനെയോ അല്ലെങ്കിൽ എ കെ ബാലനെയോ പോലെയുള്ള തലമുതിർന്ന നേതാക്കളെ പോലും സംവരണ സീറ്റിൽ നിർപ്പിച്ചു എന്നല്ലാണ്ട് ജനറൽ സീറ്റ് നിർപ്പിച്ചിട്ടില്ല. പക്ഷേ അത് സമാജ്വാദി പാർട്ടി നിർപ്പിച്ചു. അപ്പോൾ അവരാണ് കുറച്ചും കൂടി ലെഫ്റ്റൊക്കെ ചെയ്യുന്നെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നത്. അതേപോലെ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് അവരുടെ 11 വനിതാ എം പിമാരാണ് ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പം ശരിക്കും 38%ആണത്. അവരുടെ പിന്നെ എം പിമാരിൽ 38% ഇപ്പോൾ വനിതാ എം പിമാരാണ്. ശരിക്കും 33%ആണല്ലോ നമ്മൾ വനിതാ സംവരണത്തിൽ. അതിനേക്കാൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടി 38%. അപ്പോൾ അതും ഇടതു പാർട്ടികൾ ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഒരൊറ്റ വനിതാ എം പിയും ഇല്ല. ആകെ CPM 2 CPI 1 നിർപ്പിച്ചത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ തോറ്റുകൊണ്ടാണ്. എന്നാലും മത്സരിപ്പിച്ചില്ലല്ലോ മമതജി. മത്സരിപ്പിച്ചത് കൊണ്ടാണല്ലോ ഇത്രയും നമ്പർ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് പറയുന്ന സാമ്പ്രദായിക ലെഫ്റ്റിനപ്പുറം സംഘപരിവാറിൻ്റെ കാലഘട്ടത്തിലെ ഇന്ത്യയിൽ ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രാദേശികമായ ജനവിഭാഗത്തിന് വേണ്ടി പോരാടുന്ന, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഇങ്ങനെയുള്ള പാർട്ടികളെയും കൂടി ഒരു ലെഫ്റ്റ് സ്പെക്ട്രത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതേപോലെ ഒന്നുള്ളത് ചന്ദ്രശേഖർ ആസാദിൻ്റെ വിജയം, വലിയ സ്വന്തമായി നിന്നുകൊണ്ട് ഉള്ള വിജയം. അത് പാർലമെൻറ്റിലും എനിക്ക് തോന്നുന്നത് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അവിടെ ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം നരേന്ദ്രമോദിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന് തുല്യമാണ് ഇത്. അതേപോലെ ഈ ബീഹാറിൽ CPIM-ൽ 2 സീറ്റുണ്ട്. അവിടെ RJDക്കും കോൺഗ്രസിനും ഒന്നും വലിയ പെർഫോമൻസ് നടത്താൻ പറ്റിയില്ല. RJDക്ക് 4 സീറ്റാണ് ഉള്ളത്. കോൺഗ്രസിനും സീറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടിയിട്ടില്ല. അതുപോലെ CPIയുടെ ഒരു സ്ഥാനാർത്ഥിയും CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ CPI-MLൻ്റെ 2 സീറ്റ് അവർക്ക് ലിബറേഷൻ്റെ 2 സീറ്റ് കിട്ടി എന്നുള്ളതും പൊതുവിൽ ലെഫ്റ്റിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ 90കളും 2000, 2010 വരെയുള്ള കാലഘട്ടം UPN-ൻ്റെ കാലഘട്ടത്തിലൊക്കെ എടുത്താൽ ലെഫ്റ്റ് സ്പെക്ട്രത്തിൽ CPM എന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയ പാർട്ടി, 40, 35, 45 സീറ്റ് വാങ്ങുന്ന ഒരു പാർട്ടിയും മറ്റ് പാർട്ടികളൊക്കെ ചെറിയ പാർട്ടികളും എന്നുള്ളൊരവസ്ഥയിലല്ല. CPI ആണെങ്കിൽ 5 സീറ്റ്, RSP 1 സീറ്റ്, ഫോർവേഡ് ബ്ലോക്ക് 1 സീറ്റ്, അങ്ങനെയല്ല. ഇപ്പം അങ്ങനെ അത് മാറി. അതൊന്ന് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് CPM 4, CPI 2, CPI-ML 2, RSP എന്നുള്ള രീതിയിൽ അതും ഒരു വിവിധ ലെഫ്റ്റ് പാർട്ടികൾ വരുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെഫ്റ്റിൻ്റെ ശബ്ദം, അപ്പോൾ ഞാൻ പറഞ്ഞ ലെഫ്റ്റിൻ്റെ പാർലമെൻറ്റിലെ ശബ്ദം എന്ന് പറയുന്നത് പിന്നെ ഇതെല്ലാം ചേർന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാദേശിക ഈ ഫെഡറൽ പാർട്ടികളുടെ ഇതുകൂടി കൂടിയിട്ട് കണക്കിലെടുക്കണം. അതേപോലെ നേരത്തെ പറഞ്ഞ ഈ BJP, നമ്മളിപ്പം മോദി യുഗം അവസാനിച്ചു എന്ന് പറയുമ്പം തന്നെ BJPക്ക് സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ 0.74% കുറവേ വോട്ട് ഷെയറിൽ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെപ്പോൾ പറയാറുണ്ട് 37% വോട്ട് നേടിയ BJP 303 സീറ്റിലേക്ക് എത്തി. അത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ ഇതും അതേപോലെ മുന്നണി സംവിധാനത്തിൻ്റെ ഇതിലും പശ്ചാത്തലമാണ് വന്നത്. ഇപ്പോൾ 36 വോട്ട് നേടിയ BJP 240ലേക്ക് ചുരുങ്ങിപ്പോയതും ഈ രീതിയിലാണ്. അവിടെയാണ് ഇന്ത്യ മുന്നണിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പറഞ്ഞതുപോലെ മുന്നണി ഉണ്ടാക്കിയതിൻ്റെ, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും എല്ലാം ചേർന്ന് മുന്നണി ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫലവും കൂടിയാണത്. അത് അല്ലാതെ BJPക്ക് വൻതോതിൽ വോട്ട് ഇടിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് തന്നെ നമുക്ക് ഈ ഇന്ത്യ മുന്നണിയുള്ള തുടർന്നുള്ള പാർലമെൻറ്റിനും പുറത്തുള്ള പ്രവർത്തനങ്ങളായിരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിനെ പിഴുതെറിയാനുള്ള ഒരു അടുത്ത ഘട്ടം എന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ലെഫ്റ്റിനും ഈ പറഞ്ഞ രീതിയിൽ വിശാലമായൊരു ലെഫ്റ്റിന് പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കാനുണ്ടാകും. പ്രശാന്ത്, ഈ മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഊന്നിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷവും ഇന്ത്യ ഉണ്ടായിരുന്നത്. അതൊരു രാഷ്ട്രീയം തന്നെയായിട്ട്, ഒരു ആശയം തന്നെയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടി എന്നുള്ളതിൻ്റെ മേലേക്ക് നിൽക്കുന്ന, സ്വയം ഒരു ആൾദൈവമായിട്ട്
പ്രഖ്യാപിച്ചു. മോദിയുടെ പെർഫോമൻസ് മുഴുവൻ ഇനിയൊരു രാഷ്ട്രപിതാവായി മാറാനുള്ള ഒരു രീതിയിലേക്കാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നിരുന്നത്. ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖമാകെ എന്താ പറയുക, ഒരു പെർപ്ലക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം ആ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ബോഡി ലാംഗ്വേജിൽ വന്ന മാറ്റം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ 2 തവണയും നടത്തിയ പ്രസംഗങ്ങൾ മാതിരി ആയിരുന്നില്ല. ആദ്യമായിട്ട് മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു, എല്ലാവരെയും അക്നോളജ് ചെയ്യാൻ തയ്യാറായി, മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയൊക്കെ അഡ്രസ്സ് ചെയ്തു, കേരളത്തിൽ കിട്ടിയ സീറ്റിനെ അഡ്രസ്സ് ചെയ്തു. അങ്ങനെ പലതരത്തിൽ ഒരു ഉൾക്കൊള്ളാതെ നിവൃത്തിയില്ല എന്നുള്ള, അതായത് ആ ഒരു വലിയ സ്വയം പ്രതിഷ്ഠിച്ച ഹൈറ്റിനകത്തുനിന്ന് പുള്ളി പതുക്കെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയും കൂടെ കാണുന്നുണ്ട്. പക്ഷെ മോദിക്ക് ആ തരത്തിൽ അന്ന് മാത്രം ഇറങ്ങി വന്നതാ. കാരണം അതാണ് ഞാൻ പറയാൻ വന്നത്. മോദിന്റെ ബയോഗ്രഫി ചെയ്തിട്ടുള്ള കക്ഷി കഴിഞ്ഞ ദിവസം കരൺ ഥാപ്പറുമായിട്ട് ചർച്ച. മോദി എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ആ രീതിയിലൊന്നും മാറാൻ പറ്റില്ല. മോദീൻ്റെ ഒരു ജെനറ്റിക്സിൽ ആ പറയുന്ന സംഗതി ഉള്ളതാണ്. എങ്ങനെയാണ് ഈ മോദിയെ നമ്മൾ വിലയിരുത്തുക? മോദിയുടെ ജെനറ്റിക്സിലല്ല, മോദിയുടെ പൊളിറ്റിക്കൽ അത് ഇതൊരു ഒരു സെൽഫ് ഡെല്യൂഷൻ എന്ന് പറയാറുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ എന്ന് നമ്മളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഏതാണ്ട് അത് അവസാനം അദ്ദേഹം എത്തിയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയും മൊത്തത്തിലുണ്ടായത്. ഇപ്പോൾ ഈ മാറി വന്ന അവസ്ഥയിൽ മോദിക്ക് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നാണ്. അപ്പോൾ ഈ കോalition പൊളിറ്റിക്സ് എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ഈ റീജിയണൽ ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെയും ഒരു ഹാർഡ് കോർ ഒരു RSSകാരന്, മോദിക്ക് മാത്രമല്ല മോദിയെ പോലുള്ള എല്ലാ RSകാർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണിത്. അപ്പോൾ അത് മോദി എന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ വയ്യ. കാരണം അത് പലപ്പോഴും അത് ക്രിയേറ്റഡ് ആയിരുന്നു, അതിപ്പോൾ അവസാനം മോദി തപസ്സരിക്കാൻ പോകുന്നത് പോലും നമ്മളൊക്കെ അത് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അത് ഈ മീഡിയയും സോഷ്യൽ മീഡിയയും BJPയുടെയും RSSൻ്റെയും ഒക്കെ ഈ എന്താ പറയുക, ഈ പ്രചരണ വിഭാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മോദി എന്ന വിഗ്രഹത്തെ അവരുണ്ടാക്കിയാണ്. അത് വെൽ ക്രാഫ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സാധനത്തെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇനി അത് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയ ഒരു മേക്ക് ബിലീഫ് വേൾഡ് ആയിരുന്നു. അതിന് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളുടെ, ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയാണ് മോദി എന്നൊരു ഇമേജ്, ആ ഇമേജ് ഇസ് ഫാർ റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി ആയിരുന്നു. യാഥാർത്ഥ്യവുമായി, അതായത് ഇന്ത്യയിലെ പോലുള്ള ഒരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു മോദി. അതായത് വിവിധ ജനവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒരു വിഭാഗത്തിനെതിരെ മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരിക എന്നുള്ളത് അക്കോമഡേഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എല്ലാ ആസ്പിറേഷൻസിനെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുക. അതാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി പറയുന്ന നേരെ ഓപ്പോസിറ്റാണ്. രാഹുൽ ഗാന്ധി മോദിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാവുന്നത്. നമ്മൾ അത് യഥാർത്ഥത്തിലുള്ളതാണ് നമുക്കറിയാം. മറ്റത് സ്നേഹം സ്ഫുരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാറ്റിനെയും കെട്ടിപ്പിടിക്കുന്ന, വാരിപ്പുണരുന്ന ഒരു രാഷ്ട്രീയവും ഒരു ഇമേജ്, അതും കൺസ്ട്രക്റ്റഡ് ആയിരിക്കും. നമുക്കറിയില്ല അതെങ്ങനെയാണുള്ളത്. മറ്റേതിന് നേരെ വിപരീതമായിട്ട് ഹെയ്റ്റിൻ്റെ ഒരു അതോറിറ്റേറിയനിസത്തിൻ്റെ ഒരു ഏകാഛത്രാധിപതിയായിട്ട് നിൽക്കുന്ന ഒരു ഇമേജുമാണ്. ആ ഇമേജ് ഒരിക്കലും ഇന്ത്യ എന്ന പോലെയുള്ള ഒരു പ്ലൂറൽ സൊസൈറ്റിക്ക് ഒരിക്കലും യോജിച്ചതായിരുന്നില്ല. പക്ഷേ 10 കൊല്ലം നിലനിന്നു എന്നുള്ളതാണ്. 10 കൊല്ലം നിലനിന്ന് മാത്രമല്ല, ഇനിയും അത് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോദി യുഗം അവസാനിച്ചു എന്നതിനോട് എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അത് തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ ഇത്തരത്തിലുള്ള ഒരു ഐക്കണെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ മോദിയെ ഇപ്പം BJPക്കാരനല്ല എന്ന് പറയുകയും അതേസമയം മോദിയുടെ ആരാധകരായ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളത് മോദി യുഗം അവസാനിച്ചു എന്ന് പറയുന്നതിന് പൂർണ്ണമായി ഉൾക്കൊള്ളില്ല. പക്ഷേ ഈ മാറിയ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ മോദിക്ക് അതേപോലെ തന്നെ അദ്ദേഹം എങ്ങനെയായിരുന്നു മുൻപ് പ്രധാനമന്ത്രി ആയിരുന്നത് ആ പോലെ തുടരാൻ കഴിയില്ല. കാരണം ഇത് ഒരുപാട് പ്രഷർ
ചുറ്റുമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇന്ത്യയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്. മോദി എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ ഇനി മറ്റ് സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് അതിനനുസരിച്ച് ജനാധിപത്യപരമായി പെരുമാറാൻ നിർബന്ധിതമായേക്കും. പക്ഷേ കഴിഞ്ഞ 10 വർഷം ഈ പറഞ്ഞ പോലെ മോദി അവശേഷിപ്പിച്ചൊരു ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് മറ്റു പാർട്ടികളിലേക്കും നമ്മൾ ഇൻവിസിബിളായിട്ട് പടർന്നിട്ടുണ്ട്. ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ജനങ്ങളിലുമൊക്കെ അറിയാതെ പടർന്നു പോയിരിക്കുന്ന അത് സംഘപരിവാറിൻ്റെ ഈ കഴിഞ്ഞ 100 വർഷത്തെ പ്രവർത്തന ഫലമായിട്ടും പ്രത്യേകിച്ച് അധികാര രാഷ്ട്രീയത്തിലേക്ക് വന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും കൂടെ ചേർന്നിട്ട് അതിനെ വലുതായിട്ട് കൂട്ടിവെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കലങ്കത്തിൽ അത് എന്താ പറയുക മറ്റൊരു തരത്തിൽ രൂപപ്പെട്ടു എങ്കിലും ഈ പറയുന്ന ഇൻവിസിബിളായി കിടക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം മോദി അസ്തമിക്കുന്നതോടുകൂടി അസ്തമിക്കാൻ സാധ്യതയുണ്ടോ? അതോ അത് മറ്റു പലതരത്തിലും ഒരു സൈലൻ്റായിട്ട് കിടന്ന ഒരു അവസരത്തിൽ പുറത്തു വരാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, അതിൽ കണ്ണം പറഞ്ഞ വാക്കുകളിൽ പുരോഗമനപരം, ജനാധിപത്യപരമായി എന്നൊക്കെ 272 സീറ്റിൽ 240 സീറ്റ് എത്തി 32 സീറ്റാകുമ്പോഴേക്കും RSSും സംഘപരിവാറും പുരോഗമനപരം, ജനാധിപത്യം അതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ദംഷ്ട്രകൾ എവിടെ പുറത്തെടുക്കണം, അത് ആരെ കൊല്ലണം, ആരെ പിടിക്കണം, ഇതിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവാമെന്നല്ലാതെ ഒരു സീറ്റും ഇല്ലാത്ത കാലത്തും RSS വർഗീയ, ഹിന്ദുത്വ വർഗീയ, ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രമുള്ള പാർട്ടിയാണ്. 303 സീറ്റുള്ള കാലത്തും അതങ്ങനെ തന്നെയാണ്. ഇനി മുഴുവൻ സീറ്റ് കിട്ടിയാലും അങ്ങനെയാണ്. മറ്റേ 1 നേഷൻ 1 ഇലക്ഷൻ പോലുള്ള പരിപാടികൾ നടത്താനും 1 എക്സിക്യൂട്ടീവ് 1 ഗവൺമെൻറ് എന്നൊക്കെയുള്ള പരിപാടികൾ നടത്തുന്നതിന് സീറ്റുകൾ കൂടുതൽ വേണ്ട സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവരത് നടത്തും, അല്ലാത്ത സമയത്ത് കിട്ടാതിരിക്കും. ഇതൊന്നും അടിസ്ഥാനപരമായിട്ട് അവരുടെ രാഷ്ട്രീയത്തെ ബാധിക്കുന്നില്ല. ഇന്ത്യയിൽ തങ്ങളുടെ ഒരു ഐഡിയോളജി, പൊളിറ്റിക്കൽ ഐഡിയോളജിയെ കൈയൊഴിഞ്ഞ പാർട്ടിയല്ല BJP, RSS, അതായത് സംഘപരിവാർ. അപ്പോൾ ഇടതുപക്ഷമൊക്കെയാണ് എങ്ങനെയാണ് ഒരു ഐഡിയോളജിയെ കൈയൊഴിഞ്ഞിട്ട് ഇതാവുക എന്നുള്ളതിൻ്റെ ഉദാഹരണം. CPM ഒക്കെ ആണ് ഒരു ഐഡിയോളജിയെ കൈയൊഴിഞ്ഞ പാർട്ടി. അവർക്ക് പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നുമില്ല. മുതലാളിത്തം മോശം, മുതലാളി നല്ലത്, യൂസഫ് അലി നല്ലത് എന്നുള്ള മട്ടിൽ അങ്ങനെയുള്ള കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കാൻ അവർ വരാം. പക്ഷേ മുതലാളിത്തം മോശമെന്ന് അവർ പറയുന്നില്ല, ഞാൻ ഒരു തമാശ പ്രാസത്തിന് പറഞ്ഞതാണ്. അപ്പോൾ പക്ഷേ RSS അങ്ങനെയല്ല. RSS ഇന്ന് വരെ ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഐഡിയോളജിയെ കൈയൊഴിയാത്തൊരു പാർട്ടിയാണ്. അതിനൊരു പുരോഗമനപരമായ സ്വഭാവമില്ല, അത് ജനാധിപത്യപരമായി മാറില്ല. അത് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒക്കെ എത്രയോ തവണ കണ്ടവരുമാണ് അവർ. അവരതൊന്നും മാറില്ല. അവർക്ക് പതുങ്ങിക്കിടക്കാനും അറിയാം. അവർ ജയപ്രകാശ് നാരായണൻ്റെ കൂടെയും പതുങ്ങിക്കിടന്നിട്ടുണ്ട്. അവർ മറ്റേ ഇടതുപക്ഷ പാർട്ടികൾക്കൊപ്പം പതുങ്ങിക്കിടന്നിട്ട് VP സിംഗിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാബറി മസ്ജിദും പൊളിച്ചിട്ടുണ്ട്. അതിനുശേഷം രഥയാത്രകൾ നടത്തിയിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുമുണ്ട്. അതിനുശേഷം അദ്വാനി ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മാന്യനായിട്ട് രാഷ്ട്രീയക്കാരനായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വാജ്പേയി വന്നിട്ടുണ്ട്. വാജ്പേയി കവിത പാടുമ്പോൾ അദ്വാനി ആളുകളെ രഥയാത്ര നടത്തിയിട്ടുണ്ട്. ഇത് മംഗൾസൂത്രം എന്ന് പറയുന്ന ഈ അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയും, ഈ താലിമാല എന്ന് പറയുന്നത് മംഗൾസൂത്ര എന്ന് പറയുന്ന സാധനം BJP മോദിയല്ല ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രതീകാത്മകത കാരണം ഇത് ഈ ഇന്ത്യയുടെ ഫ്യൂഡൽ മറ്റേ ബന്ധങ്ങളിലൊക്കെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെ നമ്മളുടെ ഒരു ഇന്ത്യൻ സൈക്കിൾ ഉള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ രഥയാത്ര പോകുമ്പോൾ സ്ത്രീകൾ ഈ താലി, സ്വർണ്ണത്താലി മാലയൊക്കെ വലിച്ചെറിഞ്ഞ് മേ ബി ഓർക്കസ്ട്രേറ്റഡ് ആവാം, സ്ക്രിപ്റ്റഡ് ആവാം, എങ്കിൽ പോലും എറിഞ്ഞു കൊടുക്കുന്ന തരത്തിലായിരുന്നു രഥയാത്ര നടക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വഷളൻ പാരഡിയായിട്ട് ഇതിനെ ഇത്തവണ ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളത് മോദി വീണ പതനമാണ്. എനിക്ക് തോന്നുന്നത് അദ്വാനിയായിരിക്കും ചിരിക്കുന്നുണ്ടായിരിക്കുക ഇപ്പോൾ എന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒരു പുള്ളിയും അതിൻ്റെ മായ്ക്കാൻ പോകുന്നില്ല. അത് അതുപോലെ തന്നെ നിലനിൽക്കും. ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും ജനാധിപത്യത്തോടെ എന്തെങ്കിലും പ്രതിബദ്ധത അത്തരത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, അതല്ല. അവർ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല വോട്ട് പിടിക്കുന്നത്. അവരെ സംബന്ധിച്ചിപ്പോൾ ചന്ദ്രബാബു നായിഡു അയാൾ സിറ്റിസൺഷിപ്പിൻ്റെ ആക്ടിൻ്റെ അമെൻമെൻറ്റിനെ അനുകൂലിച്ച ആളാണ്. അതെന്താ കുഴപ്പം, അത് നടപ്പാക്കാമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അതേസമയം 4% മുസ്ലിം റിസർവേഷൻ, മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള സംവരണത്തെ അനുകൂലിച്ചാണ്. അതിൻ്റെ കാരണം എന്താണ്? ചെയ്താണ്ട് 9% മുസ്ലിങ്ങളുണ്ട് ആന്ധ്രാപ്രദേശിൽ, അവരുടെ വോട്ടുണ്ട്. 16% മുസ്ലിങ്ങൾ ബീഹാറിലുണ്ട്. അവരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് നിതീഷ് കുമാറിന് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം പറയാൻ പറ്റില്ല. മോദി വന്നാൽ ഞാനിത് വിടും എന്ന് പറഞ്ഞ ഒരാളാണ് നിതീഷ് കുമാർ. കാരണം ഇത് ഈ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ
ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മോദിയുടെ ജെനറ്റിക്സ് ഒന്നുമില്ല, സംഘപരിവാറിൻ്റെ DNA ആണ് ഇവരിലെല്ലാം വർക്ക് ചെയ്യുന്നത്. മോദി മാറിക്കഴിഞ്ഞ് വേറൊരാൾ വന്നാൽ സംഘപരിവാറിൻ്റെ ഇതേ സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. വ്യക്തിപരമായി അധമനായിട്ടുള്ള ഒരാൾ അത്തരം സാധനങ്ങളെ കൂടുതൽ എക്സ്പ്രസീവായി പ്രകടിപ്പിക്കും എന്നേ ഉള്ളൂ. ഞാൻ ആ പരാമർശം നടത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ മോദി എല്ലാ കാലത്തും മോദിയുടെ മൊത്തം വ്യക്തിപരമായ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എല്ലാം എന്നിലേക്ക് തിരിഞ്ഞിരിക്കണം, ഞാനാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കണം എന്നുള്ള മോദിയുടെ ആ സ്വഭാവ സവിശേഷത മോദി മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപും പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപും ഒക്കെ അയാളുടെ ക്യാരക്ടറിലുണ്ടായിരുന്നു എന്നാണ് ആ ആത്മകഥയിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഒന്ന് പതുങ്ങിയിരുന്നാൽ പോലും പിന്നെയും എന്നിലേക്ക് ഫോക്കസ് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ചരിത്രത്തെ വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളുടെ പ്രകടനമായിട്ടും അവരുടെ സ്വഭാവ സവിശേഷതകളുടെ ഭാഗമായിട്ടും ഒക്കെ അവർ പൊന്തി വരുന്നൊരു സാധനമായിട്ട് കണക്കാക്കുന്ന അങ്ങനെ ഒരു ധാരയുണ്ട് ചരിത്രത്തിൽ, അങ്ങനെയൊക്കെ കണക്കാക്കുന്നത്. പക്ഷേ ഒരു മാർക്സിസ്റ്റ് വിശകലനത്തിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. മാർക്സിസ്റ്റ് വിശകലനത്തിലല്ല, ചരിത്രത്തെ അങ്ങനെ അയാളല്ലെങ്കിൽ മറ്റൊരാൾ അയാളെ സാധ്യമാക്കുന്നത് എന്ത് എന്നുള്ളതാണ്. മോദിയെ സാധ്യമാക്കുന്നത് മോദിയല്ല, മോദിയെ സാധ്യമാക്കുന്നത് ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ആ പ്രത്യയശാസ്ത്രത്തിന് ഏതാണ്ടൊരു നൂറ്റാണ്ടായി RSS നടത്തിയ അവർ ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തെയും രാഷ്ട്രീയ ശരീരത്തെയും അതിനുവേണ്ടി പാകപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ആദ്യം വാജ്പേയി വരുന്നത്, അതിനുശേഷം അദ്വാനി വരാൻ ശ്രമിക്കുന്നത്. അതിന് നമുക്കറിയാം, പിന്നെ അശോക് സിംഗാളിനെ പോലുള്ള ഒരു വിഭാഗം നിഷ്കാമകർമ്മികളായിട്ട് അപ്പുറത്ത് രാമജന്മഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്നു, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ. അതിനുശേഷം മറ്റാളുകൾ വരുന്നു. അവിടെ നിന്നാണ് വളരെ കൃത്യമായിട്ടൊരു ഘട്ടത്തിൽ ഗുജറാത്ത് കലാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാനാണത് അതിൻ്റെ ഒപ്പം നിന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടി നിന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മോദി വരുന്നത്. മോദി പോയാൽ മറ്റൊരാൾ വരും, എന്ത് അജണ്ട ഉണ്ടാക്കണം എന്നൊക്കെ അവർ കൂട്ടായി തീരുമാനിക്കുമെന്നുള്ളത് വേറൊരു കാര്യം. മറ്റൊന്ന്, മോദിയുടെ ഈ സ്വഭാവ സവിശേഷതകൾ അയാൾക്ക് മുമ്പേ തൊട്ടേ ഉണ്ട് എന്നുള്ളത്, അത്തരത്തിൽ സ്വഭാവ സവിശേഷതകളുള്ള ഒരു സർവാധികാരിയായിട്ടുള്ള ഒരാളെയാണ് ഇവർക്ക് ആവശ്യം. അങ്ങനെ ഒരു സർവാധികാരിയാണ് ഈ ഘട്ടത്തിൽ ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾക്ക് ആവശ്യം. അതുകൊണ്ടാണ് അയാൾ വരുന്നത്. കേരളത്തിൽ സുരേഷ് ഗോപി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരാളെ അല്ല ആവശ്യം. ഇപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളത് മറ്റേ ഫാഷിസ്റ്റുകളാണെങ്കിലും കോമാളികളായിട്ടുള്ള ആളുകളാണ് TV ചർച്ചകളിലൊക്കെ വരുന്ന പോലെയുള്ള. അപ്പോൾ ഫാഷിസ്റ്റ് കോമാളികളെ വെച്ചാൽ പറ്റില്ല. അപ്പോൾ സുരേഷ് ഗോപിയും ഏതാണ്ട് അവിടേക്ക് എത്തുമെങ്കിൽ പോലും അയാളെപ്പോലെ ജയിച്ചപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയൊക്കെ എൻ്റെ ഞാൻ ഇന്ദിരാഗാന്ധി ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരാളെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. അതൊന്ന്. ഞാൻ പറഞ്ഞത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് മോദി അസ്തമിച്ചു എന്ന് ഉള്ള രീതിയിൽ വാസ്തവത്തിൽ നേരത്തെ ഇപ്പം മാഷ് പറഞ്ഞതിലെ ഒരു സാധനം ഒരു വോട്ട് ഷെയർ കുറഞ്ഞിട്ടില്ലാന്ന്. പക്ഷെ അതിൽ നമുക്ക് ഞാനതിൽ പ്രതീക്ഷ ഉള്ളൊരു സാധനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് വോട്ട് കിട്ടുക എന്ന് പറയുന്നതും ഒരു പ്രത്യയശാസ്ത്രത്തിനായിട്ട് വോട്ട് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ വേണമെങ്കിൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ രണ്ടായിട്ട് കാണാം. ഇപ്രാവശ്യം BJPക്ക് കിട്ടിയ വോട്ടുകൾ, പലയിടത്തു നിന്നായിട്ട് കിട്ടിയ വോട്ടുകളിലെല്ലാം BJPയുടെ ഈ നേരത്തെ പറഞ്ഞ ഹിന്ദുത്വ പൊളിറ്റിക്സിന് വേണ്ടി മാത്രം ചെയ്ത വോട്ടുകളല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ യുഡീഷ്യയിലെ വോട്ടുകളോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നിന്ന് കിട്ടിയ വോട്ടുകളൊക്കെ അവരുടെ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ കൺസ്യൂം ചെയ്യുന്ന, അതിനെ പിന്തുടരുന്ന വോട്ടുകളിലാണ് അവർക്ക് ആ ഭാഗങ്ങളിലെ വോട്ടുകളിൽ വന്ന കുറവാണ് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് മോദി പിന്നാക്കം പോകുന്നു എന്ന് പറയുന്നത്. മോദി ഒരു ബ്രാൻഡായിട്ടാണ്, ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഒരു ബ്രാൻഡായിട്ടാണ് മോദിയെ കൊണ്ടുവന്നത്. അത് വീണ് കഴിഞ്ഞു. ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പിൽ അത് വിജയിക്കുകയും ഈ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് വീഴുകയും ചെയ്തു. ഈ ബ്രാൻഡ് വീണാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദി പൊന്തി വരാം എന്നുള്ളതിന് 2 or 3 സാധ്യതകളിലേ മോദി പൊന്തി വരാൻ പറ്റുള്ളൂ. ഒന്നുകിൽ വലിയൊരു യുദ്ധം പോലെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് നേതൃത്വം നൽകുക, അങ്ങനെയൊക്കെ. ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ ഏറ്റവും താല്പര്യമില്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ എന്നുള്ളത് കൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. 2 ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ പോലെയൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ഇനി അങ്ങോട്ട് ഇന്ത്യയിൽ അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല. അപ്പോൾ ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലത്തായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെക്യുലർ പൊളിറ്റിക്സിൻ്റെ ധാരയെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്ന അതിനൊരു ഒരു വിഭാഗമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് BJPയുടെ ഈ ശത്രു നിർമ്മാണത്തിൻ്റെ അടവിലേക്ക് അത് വീഴാനുള്ള സാധ്യത ഇനി കുറവാണ്. 2, ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിലേക്കൊന്നും നമ്മൾ ഒട്ടും വളർന്നിട്ടില്ലെങ്കിൽ കൂടി ഈ പുതിയ തലമുറ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഈ പോപ്പുലേഷനിൽ, അവർ ഇത്തരത്തിലുള്ള പരിപാടികളെ, ഈ പഴയ മാതിരിയുള്ള പരിപാടികളെ അത്രത്തോളം
എടുക്കില്ല എന്നൊരു സാധനമുണ്ട്. അപ്പോൾ മോദിക്ക് ഇനി ഈ ബ്രാൻഡിനെ ഇനി പുനർനിർമ്മിക്കാനുള്ള വിൽക്കാനുമുള്ള സാധ്യത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തിരി കുറവാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുന്നതോടുകൂടി ഇപ്പോൾ BJPക്കുള്ളിൽ, സംഘപരിവാറിനുള്ളിൽ നടക്കാൻ പോകുന്നത് സാമാന്യമായിട്ട് ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെയൊക്കെ ഒരു പൊസിഷനിലൊക്കെ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുമെങ്കിൽ പോലും RSS മോദിക്ക് ശേഷമുള്ള അടുത്ത പദ്ധതി കണ്ടെത്തണ്ടേ. അടുത്ത തെരഞ്ഞെടുപ്പ് ഒരിക്കലും മോദിയെ വെച്ച് നടത്താൻ അവർ ആഗ്രഹിക്കില്ല. 4.25 ലക്ഷം എത്തിച്ചില്ലാനും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്നും 1.25 ലക്ഷത്തിലേക്ക് കുറഞ്ഞു പോയ ഒരാളാണ് മോദി. അതായത് ഒന്നുകൂടി അധ്വാനിച്ചിരുന്നെങ്കിൽ അയാൾ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അയാൾക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നിൽ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഭൂരിപക്ഷത്തിൽ പിന്നിൽ നിൽക്കുന്ന ഒരു സമയം പോലും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അയാള് അപ്പോൾ അത് ആ ബ്രാൻഡ്, ആ സാധനം പൊളിഞ്ഞു. ആ പൊളിറ്റിക്കൽ ബ്രാൻഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ വിൽപ്പന മൂല്യം എന്ന് പറയുന്നത് ഇല്ലാതായി കഴിഞ്ഞു. ഇനി അയാൾക്ക് ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ അയാൾ ചോദിക്കുന്ന പോലെ ആപ് തോ കഹാ ഹേ എന്ന് ചോദിക്കാൻ പറ്റില്ല. 234 ആളുകൾ ഉറക്കെ പറയും നമ്മൾ ഇവിടെ ഉണ്ടെന്ന്. അയാൾക്ക് 240 ആളേ ഉള്ളൂ, 6 ആളുടെ വ്യത്യാസമേ ഉള്ളൂ. അത് തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ സ്വന്തം പേരിലൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. മോദി ഗ്യാരണ്ടിയൊക്കെ പൊളിഞ്ഞു. അയാളുടെ എല്ലാ സാധനങ്ങളും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 303 വിജയിച്ചതിൽ 92 സീറ്റുകൾ തോറ്റ ആളാണ് മോദി. 32 സീറ്റുകൾ കിട്ടിയത് ബാക്കി പിന്നീട് കിട്ടിയതൊക്കെ മറ്റ് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ബ്രാൻഡ് തോറ്റു എന്ന് പറയും. ആ ബ്രാൻഡ് തോറ്റു, മോദി എന്ന് പറയുന്ന ബ്രാൻഡ് തോറ്റു. അയാൾ പ്രധാനമന്ത്രിയായിട്ട് തുടരും. എന്നാൽ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം പൂർണ്ണമായി തോറ്റു എന്ന് പറയാൻ പറ്റില്ല. അത് അസാധ്യമായ രീതിയിൽ സർവൈവൽ ശേഷിയുള്ള ഒരു വിഷപ്പാമ്പാണ്. അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ തോൽപ്പിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ലെഫ്റ്റായിട്ട് കണക്കാക്കാം എന്നൊക്കെ പറഞ്ഞ പാർട്ടികൾ ഉണ്ടല്ലോ, അത് മറ്റേ ഞാനതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ് കേട്ടോ. ഈ പണ്ട് നമ്മുടെ കാർട്ടൂണിസ്റ്റ് ഉണ്ണിയോട് എന്തോ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഈ ഭാസ്കരൻ ഭാഷാപോഷണിയിൽ ഒരു സാധനം ചെയ്തിരുന്നില്ലേ, ഇത് കാർട്ടൂൺ പോലെ വരയ്ക്കുന്നത്. അപ്പോൾ ഉണ്ണി മൂപ്പർക്ക് അത് ഇഷ്ടപ്പെട്ടു. മൂപ്പര് പറഞ്ഞു കാർട്ടൂൺ പോലെ എന്നൊന്നുമില്ല, ഒന്നുകിൽ കാർട്ടൂൺ അല്ലെങ്കിൽ കാർട്ടൂൺ അല്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം ലെഫ്റ്റ് പോലെ ഒന്നുമില്ല. പക്ഷേ അതിലൊരു വിയോജിപ്പ് പറയട്ടെ. കാരണം ഇനിയെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും പുഴങ്കരനെ പോലെയുള്ള ആൾക്കാർ ചെയ്യേണ്ട, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ബൈനറി ഭയങ്കര ഷാഠ്യം ഉണ്ടല്ലോ. കാരണം ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് തന്നെയാണ്, അതായത് ആ ശുദ്ധമായ ലെഫ്റ്റ് എന്നുള്ള ആ ബോധ്യം മാറ്റിയിട്ടില്ലെങ്കിൽ. കാരണം ലെഫ്റ്റായി നിൽക്കുന്നത്, ലെഫ്റ്റ് എന്നുള്ള ഒരു തുലാസ് ഇങ്ങേപ്പുറത്തേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആവും, അങ്ങോട്ടേക്ക് ചാഞ്ഞാൽ റൈറ്റ് ആവും എന്നുള്ള രീതിയിൽ തന്നെ കാണണം നമ്മൾ. ഇപ്പം സമാജ്വാദി പാർട്ടിനെയും കോൺഗ്രസിനെയും ഇന്ത്യൻ പരിസരങ്ങളിൽ ലെഫ്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. കാരണം വെച്ചാൽ പിന്നെ CPIM ഒക്കെ പറയുന്ന ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരേണ്ടി വരും. അല്ല, അതിന്റെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാനൊരു ഓപ്പൺ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയണത്, അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുള്ള. ലെഫ്റ്റായിട്ട് കാണാൻ പറ്റുമെന്നല്ല. ഇപ്പോൾ നിങ്ങള് ഇപ്പോൾ സമാജ്വാദി പാർട്ടി ആവട്ടെ, ഇപ്പോൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെ ലെഫ്റ്റായിട്ട് തന്നെ വേണമെന്നില്ല. എനിക്കങ്ങനെ ശാഠ്യമില്ല എൻ്റെ അഭിപ്രായത്തിന്. എന്താ വെച്ചാൽ ലെഫ്റ്റ് ആവണമെന്നൊന്നുമില്ല ജനാധിപത്യം സംരക്ഷിക്കാൻ. ജനാധിപത്യം ഒരു രീതിയിൽ ഉദാര ജനാധിപത്യം നിലനിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ മറ്റേ അവിടെ AK ബാലനും പിണറായി വിജയനൊന്നും ഉണ്ടായിട്ടല്ലോ അത് സംരക്ഷിക്കപ്പെടുന്നത്. അവർ ലെഫ്റ്റ് അല്ലെങ്കിൽ പോലും യൂറോപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉദാര ജനാധിപത്യത്തിന്റെ മാതൃകകളെ ഉണ്ടാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ലെഫ്റ്റ്, ഈ തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ലെഫ്റ്റ് തന്നെ വേണമെന്നില്ല. അവരുണ്ടായിരുന്നിടത്ത് അതിനെ വേണ്ടത്ര സംരക്ഷിച്ചിട്ടില്ല. നമ്മൾ കേരളത്തിലിരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ത് ഇങ്ങനെ ലെഫ്റ്റ് എന്നുള്ളൊരു സാധനം. ഞാൻ കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് കേരളത്തിന്റെ പുറത്തിരുന്നുകൊണ്ട് എനിക്ക് അത്തരത്തിലൊരു സാധ്യമേ ഇല്ല. ഇന്ത്യൻ പരിസ്ഥിതിയാണ് അങ്ങനെ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ റൈറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്, എത്രയോ വർഷം റൈറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് കോൺഗ്രസിനെ. ഇപ്പോഴും നമ്മൾ അതിന്റെ ശാഠ്യത്തിൽ നിൽക്കുക. കാരണം വലിയൊരു അൾട്രാ റൈറ്റ് ഉയർന്നു വന്നിട്ട് പോലും പിന്നെ കോൺഗ്രസിന് ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ലെഫ്റ്റ് തന്നെ ആയി. ഇപ്പൊ ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ട് തന്നെ നിങ്ങൾ, അതായത് ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കേരളത്തിലൊക്കെ നമ്മൾ പൊതുവെ കണക്കാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ പരിപാടിയൊക്കെ എന്നൊക്കെയുള്ള മറ്റുള്ള ഒരു രാഷ്ട്രീയം കൊണ്ട് തന്നെ വേണമെന്നില്ല ഈ ഇതിനെ ജനാധിപത്യത്തിനെ സംരക്ഷിക്കാൻ. പക്ഷെ അപ്പോഴും ചോദ്യമുണ്ട്. അത് അവിടെയാണ് ചെറിയ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. അപ്പോൾ എന്നാ പിന്നെ എന്തിനാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അതുപോരെയെന്ന്? അതുപോരാ. അതെനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ശാഠ്യമല്ല. അതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനിപ്പോൾ പഴയ മാതിരി തന്നെ കൊടിയും പിടിച്ച് തുരങ്കൊക്കെ ഉണ്ടാക്കി പോകുമെന്നുള്ളതൊക്കെ വേറെ കാര്യം, അതൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണെന്നുള്ളതിൻ്റെ ചോദ്യം കോൺഗ്രസ് ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് വേണ്ട, അവർ ലെഫ്റ്റ് ആയല്ലോ എന്നുള്ളതല്ല. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാനോ ലെഫ്റ്റ് ആവാനോ പറ്റില്ല. അതിനൊരു പാർട്ടി പരിപാടി ഉണ്ടാവണം, അതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാം ഉണ്ടാവണം. പ്രോഗ്രാമാറ്റിക് ആയിട്ടാണ് അത് നീങ്ങുന്നത്. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്ന് ന്യായ പദ്ധതി നടപ്പിലാക്കിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പരിപാടിയും ഇവിടെ ഉണ്ടാവണം. അത് ചരിത്ര
കേന്ദ്രത്തിൻ്റെ ഭാരങ്ങളെ പൊഴിച്ചു കളയണം, അതിൻ്റെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ അവസാനിപ്പിക്കണം. വെറുതെ തേക്കുംകാട്ടിൽ സമ്മേളനം നടക്കുമ്പോഴും ചുറ്റും കോട്ടവാരിയൊക്കെ കെട്ടിവെക്കില്ലേ? ചരിത്രത്തെ അതിൻ്റെ ആഭാസങ്ങളെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വളരെ രീതിയിൽ അതിനെ റീഡിഫൈൻ ചെയ്യണം. പക്ഷെ അപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവുക, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടാവുക, ഒരു പ്രത്യയശാസ്ത്ര പരിപാടി ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ ഇന്ത്യൻ സെനാരിയോയിൽ ഇപ്പോൾ കോൺഗ്രസിനെയും മറ്റ് പാർട്ടികളെയും ഈ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയായിട്ടുണ്ടാക്കുന്നതും രണ്ടാണ്. അതിപ്പോൾ ആവശ്യമില്ല, അതുണ്ടാവും. ഇന്ത്യയിൽ എളുപ്പമല്ല അത്. അല്ല, മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ദീർഘകാല പദ്ധതി ആയിരിക്കും. എനിക്ക് തോന്നുന്നു 100 വർഷത്തെ ഒരു നേരത്തെ പൊളിഞ്ഞൊരു സംഗതിയാണ്. ഇനിയൊരു 100 വർഷം സാധിക്കില്ല അത്. ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി ഈ ലെഫ്റ്റിന്റെ ഒപ്പം ഒക്കെ ജീവിതം കഴിക്കലായിരിക്കും നമ്മൾക്ക് സാധ്യത അല്ലേ? അല്ല, ഞാൻ പിന്നെ നേരത്തെ ഇപ്പം രസകരമായിട്ട് പിന്നെ പറഞ്ഞ വിഷ സർപ്പം എന്ന് പറഞ്ഞല്ലോ, അതുപോലെ പിന്നെ ഇപ്പൊ ഈ ഇതിനകത്ത് ഇപ്പം നേരത്തെ മെല്ലെ പറഞ്ഞപ്പോഴും എനിക്കുള്ള വിയോജിപ്പ് എന്താ വെച്ചാൽ, മോഡി അസ്തമിച്ചു എന്ന് പറയുന്നതിനോട് നമ്മൾ നേരത്തെ ഇവിടെ എഡിറ്റോറിയൽ തന്നെ ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയ. കാരണം മോഡി എന്ന് പറയുന്നത് ഒരു ശരിക്കും RSSന്റെ ഒരു കൺസ്ട്രക്ട് ആണ്. കൺസ്ട്രക്ട് എന്നുള്ളത് പിന്നെ രണ്ട് തരം, സബ്ജക്റ്റീവ് ഒരു കൺസ്ട്രക്ഷൻ ആവാം, അല്ലെങ്കിൽ അതൊരു എംപിറിക്കൽ കൺസ്ട്രക്ഷനും ആവാം. ഇതിൽ സംഭവിച്ചിരിക്കുന്ന സബ്ജക്റ്റീവായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അതായത് മോഡി എന്ന് പറയുന്നത് RSS തീരുമാനിക്കുന്നതാണ് മോഡി ആയിരിക്കണം എന്നുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഈ തോൽവിക്കകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. മോഡിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അന്നത്തെ ആ പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അതിൽ പിന്നെ മറ്റൊരു തരത്തിലുള്ള ബാക്കപ്പും ഇല്ലാത്ത പ്രസംഗമാണ്. കാരണം ഒരു സാധാരണ മനുഷ്യന്റെ പ്രസംഗം, അതിനകത്ത് സാധാരണ മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും ഉണ്ട്. കേരളത്തിൽ ബലിദാനികളെ ഞാൻ ഓർമ്മിക്കുന്നു. അതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയല്ല. പക്ഷെ മൂപ്പര് അല്ല, സ്വമേധയാ പറയേണ്ട സാധനങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ ഈ അടുത്ത കാലത്തൊക്കെ മോഡി നടത്തിയ പ്രസംഗങ്ങൾ എനിക്ക് തോന്നുന്നു അവസാനത്തെ പോലും RSSന്റെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത പ്രസംഗമല്ല എന്നാണ് തോന്നുന്നത്. വികാരാവേശത്താൽ പരാജയഭീതിയാൽ നടത്തിയ പ്രസംഗങ്ങൾ. കാരണം ബാക്കിയൊക്കെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു RSS പ്രസംഗിക്കുന്ന പോലെയുള്ള പ്രസംഗമായിരുന്നു മോഡി നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് ഈ ചതഞ്ഞു പോയിട്ടുള്ളത് RSS ആണ്. പക്ഷെ RSS അങ്ങനെ ചതയുന്ന ഒരു പ്രസ്ഥാനമല്ല. കാരണം ഈ പറഞ്ഞ കാത്തിരിപ്പിന്റെ, അതായത് നമ്മളെ പാരഡൈസ് ലോസ്റ്റിൽ പിന്നെ ചെകുത്താൻ വന്ന് വീഴുന്നത് ഒരു കരിയിലെ കൂട്ടത്തിനിടയിലാണ്. എന്നിട്ട് വന്ന് വീണിട്ട് സാറ്റാൻ തന്നെ ആലോചിക്കുകയാണ് എന്ത് രൂപം ഞാൻ സ്വീകരിക്കണം എന്ന് നോക്കുമ്പം ഒരു സർപ്പത്തിന്റെ രൂപം എടുത്തിട്ട് മൂപ്പര് ഇങ്ങനെ ചുരുണ്ട് കിടക്കുക. കുറെ കാലം കഴിഞ്ഞിട്ട് ഉണർന്നാൽ മതി എന്താ ഇപ്പോൾ ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണർന്ന് നോക്കുമ്പോഴാണ് ഈ മനുഷ്യരെ കാണുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നത്. പക്ഷെ അതുപോലെ ഞാൻ പറഞ്ഞ ആ ഒരു സഹനത്തിന്റെ ഒരു വലിയ സാധനം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനുണ്ട്. കാരണം ഈ 100 വർഷം എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയായിരുന്നു. അതിലേക്ക് ഏറ്റവും രസമായിട്ട് തോന്നുന്നത് ഈ 2004-ലാണ് പിന്നെ അടൽ ബിഹാരി വാജ്പേയിന്റെ 2ാമത്തെ ഭരണം അവസാനിക്കുന്നത്. 2005-ലാണ് OV വിജയൻ മരിക്കുന്നത്. അപ്പോൾ ഈ 2005 വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു വൻഭൂരിപക്ഷത്തിന്. അങ്ങനെ രാജഗോപാൽ ഇവിടുന്ന് സൂക്കേസുമായിട്ട് പിന്നെ OV വിജയന്റെ വീട്ടിൽ പോയി താമസിക്കുന്നുണ്ട്. സുഹൃത്തുക്കളായിരുന്നു. വിക്ടോറിയ കോളേജിലെ പിന്നെ സതീർത്ഥ്യരാണ് അവർ. അങ്ങനെ പോയി താമസിക്കുമ്പം എന്തായാലും ജയിച്ചിട്ടില്ല, ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു രാജൻ എന്ന് പിന്നെ OV വിജയൻ വിളിക്കുന്ന രാജഗോപാലിന്റെ ഉദ്ദേശം. പക്ഷെ അദ്ദേഹം അന്ന് ടെലിവിഷൻ ഉണ്ട് അവിടെ വീട്ടിൽ. അപ്പോൾ ആ ടെലിവിഷനിൽ ഈ റിസൾട്ട് വരുമ്പോൾ ഒക്കെ നല്ല രീതിയിൽ തോൽക്കുകയാണ് BJP. അപ്പം വൈകുന്നേരം തന്നെ മൂപ്പര് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി അന്വേഷിക്കുക. അപ്പം പുറത്തിറങ്ങി നിൽക്കുമ്പം OV വിജയൻ ചോദിക്കുന്നത്, അല്ല രാജ ഇങ്ങനെ പോവുകയാണോ, നീയല്ലേ പറഞ്ഞത് മറ്റന്നാൾ ഇവിടെ അധികാരത്തിൽ കയറുന്ന ആഘോഷമായിരിക്കുന്നു, അത് കാണാൻ നിൽക്കുന്നില്ലേ പ്രയാസോടി. അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് രാജഗോപാൽ പറയുകയാണ്, വിജയൻ വെയിറ്റ് ചെയ്യൂ. പക്ഷെ വെയിറ്റ് ചെയ്യാൻ OV വിജയൻ ഉണ്ടായില്ല. കാരണം പിന്നെ ഈ പിന്നീട് വരുന്ന മോഡി മന്ത്രിസഭ കാണുന്നില്ല. 2005 അദ്ദേഹം മരിക്കുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിജയ കളിയാക്കണ്ട, ജാനകി തീരത്ത് വിരിഞ്ഞ സ്വപ്നമല്ലേ ഞങ്ങൾ ഇന്ത്യ ഭരിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു സഹനത്തിന്റെ ഒരു സാധനം RSSനുണ്ട്. RSS ഇപ്പം മോഡിയല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് നമ്മുടെ ഗഡ്കരി, അല്ലെങ്കിൽ UP കേന്ദ്രീകരിച്ച് പിന്നെ രാജ്നാഥ് സിംഗ്, പിന്നെ MP-യിലാണെങ്കിൽ ചൗഹാൻ. ഇതൊക്കെ വളർത്തിയെടുക്കാവുന്ന മോഡി തരത്തിലുള്ള പ്രതിരൂപങ്ങളാണ്. ഗഡ്കരിക്കൊക്കെ കുറച്ചും കൂടി ഒരു മോഡേൺ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ മോഡേൺ BJPക്കകത്ത് കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദിത്യനാഥ് മോഡിയോടൊപ്പം പരാജയപ്പെട്ട ഒരാളാണ്. മോഡി യോഗി ബന്ധം പരാജയപ്പെട്ടു. അതാണല്ലോ നമ്മൾ UP തെളിയിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്. കാരണം കൂടുതൽ RSS ആയ മോഡിയേക്കാൾ കൂടുതൽ പവന്മാറ്റുള്ള RSS ആയിട്ടുള്ള ഗഡ്കരിയെ പോലുള്ള ആൾക്കാരുണ്ട്. ഗഡ്കരിയെ പറ്റി പണ്ട് കാരവൺ മാഗസിൻ ചെയ്ത് ഓർമ്മിക്കുന്നുണ്ടാവും വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ അത് റിസർവിലുള്ള
പ്രൈം മിനിസ്റ്ററാണ്. കാരണം ഒരു ഈ RSS ഇത് ഈ പറഞ്ഞ എന്താ പറയുക ഇത്രയും കാലം കാണിച്ച ക്ഷമ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിൽ 4 ആളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ഷമയുള്ള ആള് ഗഡ്കരിയാണ്. ഗഡ്കരി മോഡിക്ക് കീഴിലും വർക്ക് ചെയ്യാണ്. ശരിക്കും കൂടുതൽ RSS കാരനാരാണ്? ഗഡ്കരിയാണ്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് RSSന് പേടിക്കാനൊന്നുമില്ല. മോഡി യുഗം അവസാനിച്ചു എന്നുള്ളത് നമുക്ക് മാത്രമാണ്. RSS യുഗം അവസാനിച്ചിട്ടില്ല. അതിൽ പിന്നെ അവർ നിരന്തരം ചർച്ച ചെയ്യും എങ്ങനെയാണ് ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം. കാരണം ഒരു ഇൻക്ലൂസീവ് പിന്നെ മന്ത്രിസഭയാണ് ഇതെന്ന് വരുത്തി തീർക്കാം, എന്നിട്ട് അടുത്ത ഇലക്ഷൻ നേരിടാം. അല്ലാതെ പിന്നെ യുദ്ധത്തിനോ ഈ പറഞ്ഞ രീതിയിൽ ഒരു ആഭ്യന്തര കലാപങ്ങൾക്കൊന്നും ഇനി RSS മുതലില്ല എന്നാണ് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് 100-ാം വർഷത്തിൽ കുറച്ചും കൂടി ഒരു നല്ല ഇൻക്ലൂസീവ് എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കാൻ RSSന് സാധിക്കും. അതിനാണ് സാധ്യത. അല്ല, അതിൽ വേറൊന്നുകൂടിയുണ്ട്. ഇപ്പം ഈ RSS BJP മന്ത്രിസഭകളിൽ ഇടപെടുന്നത് പല രീതികളിലാണല്ലോ. അപ്പോൾ ആദ്യത്തെ വാജ്പേയി മന്ത്രിസഭയിൽ RSS ഇടപെടുമ്പോൾ ഇപ്പോൾ മുരളി മനോഹർ ജോഷി അതിൽ HR മിനിസ്റ്റർ ആയിരുന്നു. മുരളി മനോഹർ ജോഷി HR മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഇതിനെ മാറ്റാനും പാഠപുസ്തക നിർമ്മാണത്തിലൊക്കെ വളരെ വിപുലമായ രീതിയിൽ അവർ ഇടപെട്ടു. ജോഷി തന്നെ അതിൻ്റെ ഒരാളാണല്ലോ, നേരിട്ട് തന്നെ തുടക്കം അവിടെ നിന്നാണല്ലോ അയാൾ തന്നെ. പക്ഷെ മോദിയുടെ മന്ത്രിസഭയിൽ HR മിനിസ്റ്റർ ആയിരുന്നത് സ്മൃതി ഇറാനിയാണ്. അതായത് സ്മൃതി ഇറാനിക്ക് സത്യത്തിൽ RSSുമായിട്ട് അങ്ങനെ വേറൊരു തരത്തിലുള്ള ബന്ധമൊന്നുമില്ല, അറിയണമെന്നില്ല. പിന്നെ ഏറ്റവും വെറുപ്പും മോശവുമായിട്ട് സംസാരിക്കാൻ കഴിയുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു പൂർവ്വകാല പ്രാബല്യത്തോടെ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണമെങ്കിൽ RSSൽ എന്നല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ RSS അവിടെയും ഇടപെട്ടിരുന്നു. പക്ഷെ അപ്പോഴും എന്താ പ്രശ്നം വെച്ചാൽ, എന്തുകൊണ്ടാണ് വാജ്പേയി മന്ത്രിസഭയിലെ ജോഷിയും ഈ മന്ത്രിസഭയിൽ സ്മൃതി ഇറാനിയും RSSനെ സംബന്ധിച്ച് വളരെ പ്രധാനമായ ഈ HR മിനിസ്ട്രി കൈകാര്യം ചെയ്തത് വെച്ചാൽ, ഇതിൽ സ്മൃതി ഇറാനിക്ക് കൊടുക്കുന്നത് മോദിയാണ്. മോദി അമിത്ഷാ ദ്വയമാണ് അവർക്ക് ഇത് അലോട്ട് ചെയ്യുന്നത്. അതായത് സ്വന്തമായിട്ട് നിങ്ങൾ അതിലൊന്നും ചെയ്യേണ്ട എന്നുള്ളതല്ല, ഒന്നും ചെയ്യാനില്ല. PMOയെ മറികടന്നുകൊണ്ട്, പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ മറികടന്നുകൊണ്ട് ഒരു മന്ത്രിയും അവിടെ ആരും അവിടെ മറ്റേ പരിപാടികൾ നടത്തിയിട്ടില്ല. ആകെ കൂടി PMOയുടെ ഇൻഡാസുകൾ ചെല്ലാത്ത, PMO കൃത്യമായിട്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് പറയാത്ത ഒരേ ഒരു വകുപ്പ് എന്ന് ഒരു പരിധി വരെ ഉണ്ടായിരുന്നത് ഇയാളുടെ ഈ ഗഡ്കരിയുടെ വകുപ്പാണ്. അത് വെച്ചാലൊരു പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് ഈ റോഡ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ സന്ദർഭവശാൽ ഞാൻ ഒരു കഥ എന്നുള്ളൊരു കഥയൊന്നുമല്ല, വാസ്തവത്തിൽ ദില്ലിയിൽ ഇവർ ആദ്യം വന്നല്ലോ 14 വന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗത്തിന് വേണ്ടിയിട്ട് ഒരു മന്ത്രി ഇവിടുന്ന് ഇങ്ങനെ എവിടേക്കോ പോകുന്നതിന് വേണ്ടിയിട്ടോ മറ്റേ ഇറങ്ങിയപ്പോൾ അയാളെ PMOയിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ്, നിങ്ങളിന്ന് മീറ്റിങ്ങിന് വരുന്നില്ലേ ചോദിച്ചു. ആ മീറ്റിങ്ങിന് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ അതിനുള്ള തരത്തിലുള്ളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു വസ്ത്രധാരണത്തിലല്ല നിങ്ങൾ. ആക്ച്വലി യു ഹാവ് ടു ചേഞ്ച് ഇറ്റ്. നമ്മൾ കുറച്ചും കൂടി ഇതായിട്ടുള്ളൊരു മീറ്റിംഗാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നോർമലായിട്ട് തോന്നുന്നു, ആ കുപ്പായം ഒന്ന് മാറ്റിക്കോളൂ എന്ന്. നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് കുപ്പായം ഇട്ടാണ് ഇറങ്ങുന്നതെന്ന് PMOയിൽ അറിയാം എന്നുള്ളതാണ് അയാൾക്ക് കൊടുത്ത സൂചന, വളരെ കൃത്യമായിട്ട്. ഇതെല്ലാ മന്ത്രിമാർക്കും വളരെ കൃത്യമായിട്ട് കൊടുത്തിരുന്നു. ഗഡ്കരി മാത്രമാണ് ഇതിൽ നിന്നൊഴിഞ്ഞത്. ഗഡ്കരിയുമായിട്ടുള്ള ഡീൽ, RSSുമായിട്ടുള്ള ഡീൽ ഒരു പക്ഷേ അതായിരുന്നു. നാഗ്പൂർ മാനായിട്ടാണ് ഗഡ്കരി അറിയപ്പെടുന്നത്, നാഗ്പൂരിന്റെ ആളാ. ഇത് പുതിയ മന്ത്രിസഭയിൽ RSS ഈ നമ്മൾ ഈ നായിഡുവിനെയും മറ്റേ നിതീഷിനെയും പറഞ്ഞ പോലെ, ഇപ്പോൾ കമൽറാം വളരെ കൃത്യമായിട്ട് പറഞ്ഞ പോലെ, ഈ അടങ്ങിക്കിടക്കാനും പതുങ്ങിക്കിടക്കാനും വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കരിയറുകൾക്കിടയിൽ നിന്നും പത്തി നിർത്തി കൊത്താനും കഴിയുള്ള സർപ്പമാണ് RSS. അതിനറിയാം. അതുകൊണ്ട് അത് മോദി എന്ന് പറയുന്ന ബ്രാൻഡ് ഒതുങ്ങി എന്ന് പറയുമ്പോൾ പുതിയ രീതിയിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാം. കൃത്യമായിട്ട് വകുപ്പുകളിലേക്ക്, HR-ലേക്ക് വളരെ കൃത്യമായിട്ട് ഓരോന്നിലേക്കും RSS ഇനി കൈകടത്താൻ തുടങ്ങും. ഒരുപക്ഷെ RSS ആയിരിക്കും ചന്ദ്രബാബു നായിഡുമായിട്ട് ചർച്ച നടത്തുന്നതിൽ കൂടുതൽ സക്സസ്ഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്, മോദിയേക്കാൾ ഉപരി. ആസ് എ പേഴ്സൺ മോദി ഇത്തരം കൊലീഷൻ ചർച്ചകൾക്കോ ഒന്നും ശേഷിയുള്ള ഒരാളല്ല. എന്ന് മാത്രമല്ല, അയാൾ RSSന്റെ പാഠപുസ്തകവും അതിൻ്റെ ആ ഒരു RSS മാത്രമല്ല, ആ ഒരു അത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിൽ എതിരാളികളെ ഡീൽ ചെയ്യുന്നതൊക്കെ കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ളതിൽ ആസ് എ പൊളിറ്റീഷ്യൻ അയാൾ അത്ര വലിയ സക്സസ് അല്ല. ഒരു വെറുപ്പും ഒക്കെ വിറ്റ് വിജയിക്കുന്ന ഒരാൾ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇത്തരം ഒരു സ്ഥലത്ത് അയാൾ അത്ര സക്സസ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആശാന്മാരായിട്ടുള്ള RSS ആയിരിക്കും ഈ കോalition മിനിസ്ട്രി ആകുമ്പോൾ കുറച്ചുകൂടി ശക്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ. പ്രത്യേകിച്ച് UP-യിലൊക്കെ ഏറ്റവും തിരിച്ചടി അവരെ റാറ്റിൽ ചെയ്തിട്ടുണ്ടല്ലോ. കൃത്യമായിട്ട് യോഗിയെ ഒതുക്കിയതും ഈ
ഷാ മോദി ദ്വയമാണല്ലോ, അല്ലെ പുറത്തൊന്നും അധികം കൊണ്ടുപോയില്ല. ഇന്ന് അവരെഴുതി തുടങ്ങി മോദിക്കൊക്കെ വേണ്ടിയിട്ട്. UP എന്ന് പറയുന്നത് മോദിക്കെതിരായിട്ടുള്ള വോട്ടല്ല, സത്യത്തിൽ അത് യോഗിക്കെതിരായിട്ടുള്ള വോട്ടാണ് എന്ന് എഴുതി തുടങ്ങി. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് ശരിയായി തന്നെ പറഞ്ഞ പോലെ RSS ആയിരിക്കും ഇനി. RSSന് മോദി അത്യാവശ്യമുള്ള RSSന് അത്യാവശ്യമുള്ള കാലത്ത് മാത്രമാണ് മോദി അത്യാവശ്യക്കാരനായിട്ട് നിലനിൽക്കുക.